രാഷ്ട്രീയ പാർട്ടികളെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മാറ്റങ്ങൾക്കുള്ള ഉപാധിയായി മാത്രമേ പരിഗണിക്കാൻ കഴിയൂ. രാഷ്ട്രീയ പാർട്ടികളോട് ജനങ്ങൾക്ക് വൈകാരിക ആഭിമുഖ്യങ്ങളുണ്ടാകാം, അവരുടെ ആത്മനിഷ്ഠ ബോധ്യങ്ങളിൽ നിന്നുള്ള ഐക്യപ്പെടലുണ്ടാകാം. ഇതിനൊക്കെ അപ്പുറം ഒരു രാഷ്ട്രീയ പാർട്ടി നാടിൻ്റെ സമഗ്ര മുന്നേറ്റത്തിന് എങ്ങനെ ഉപകരണമായി മാറുന്നു എന്നത് മാത്രമായിരിക്കും കാലം വിലയിരുത്തപ്പെടുന്നത്. ചെങ്കൊടി പിടിക്കുന്ന ഒരു പാർട്ടി സമൂഹത്തിൽ ഇടപെടുമ്പോൾ അവസരങ്ങളുടെയും സാമൂഹിക പദവിയുടെയും സമ്പത്തിനെയും നീതിയുക്തമായ വിതരണത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്ന അളവുകോൽ കൂടി കരുതേണ്ടി വരും. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പ്രസ്ഥാനവുമായ CPIM അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തെയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അവതരിപ്പിക്കപ്പെടുന്ന നയരേഖയടക്കം എല്ലാറ്റിനെയും കാലം വിലയിരുത്തുന്നതും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. ഫാസിസത്തിലേക്കുള്ള ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ പായുന്ന പോക്കിനെ പ്രതിരോധിക്കണം. മതരാഷ്ട്രവാദികളുമായി സമ്മേളിക്കുന്ന സാമുദായിക സ്വഭാവമുള്ള പാർട്ടികളുടെ പ്രവണതകളെ ഇല്ലായ്മ ചെയ്യണം. സ്വയം ശക്തി പ്രാപിക്കാൻ ശക്തി ദൗർബല്യങ്ങളെ ഇഴകീറണം. മുന്നിലുള്ള ഈ ദൗത്യങ്ങളെ കാണാത്ത മാധ്യമങ്ങളും വലിയൊരു പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുന്നു. ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി നിലവിലുള്ള ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ കീഴിൽ നാമം മാത്രമായ അധികാരം മാത്രമുള്ള ഒരു സംസ്ഥാനത്തെ പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി തയ്യാറാക്കിയ രേഖ നാടിൻ്റെ സമഗ്ര മുന്നേറ്റത്തിന് എത്ര കണ്ട് കരുത്തു പകരും എന്ന് നമുക്ക് പരിശോധിക്കാം. സാമൂഹിക ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി കേരളത്തെ ആധുനിക മതേതര ജനാധിപത്യ വ്യവസായവൽകൃത സംസ്ഥാനമായി മാറ്റിയെടുക്കുമെന്ന് ഒരു നയരേഖയിലൂടെ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ സംസ്ഥാന സമ്മേളനത്തിൻ്റെയും വരാൻ പോകുന്ന 24ാം പാർട്ടി കോൺഗ്രസിൻ്റെയും പശ്ചാത്തലത്തിൽ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക മാനങ്ങളെക്കുറിച്ച് അതിൻ്റെ സമകാലിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: K. അനിൽകുമാർ, CPIM; ഡോക്ടർ P. സരിൻ, CPIM സഹയാത്രികൻ; മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാഷ്ട്രീയ നിരീക്ഷകൻ KJ ജേക്കബ്; ഒപ്പം M. ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകൻ. തീർച്ചയായും ആദ്യം നമ്മൾ പോകുന്നത് ശ്രീ KJ ജേക്കബിലേക്കാണ്. ശ്രീ KJ ജേക്കബ്, ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു രാഷ്ട്രീയ പ്രക്രിയയിലൂടെയാണ് CPIM കടന്നു പോകുന്നത്. ഈ ഘട്ടത്തിൽ ഉയരുന്ന പല ഘടകങ്ങളുമുണ്ട്. ഇത്രയേറെ വലിയ പ്രാധാന്യം, നാം സൂചിപ്പിച്ചതുപോലെ ഇത്രയേറെ വലിയ പ്രാധാന്യമുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രക്രിയകൾ മുന്നിൽ നിൽക്കുന്നു. വലിയ പ്രതിസന്ധികളുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ച് പോകുന്ന ഒരു വലിയ പ്രക്രിയയ്ക്ക് മുന്നിൽ നാം മാധ്യമപ്രവർത്തകർ, താങ്കളടങ്ങുന്ന മാധ്യമപ്രവർത്തകർ ചർച്ച ചെയ്യുന്നത് മദ്യപിക്കാമോ, അണികൾക്ക് മദ്യപിക്കാമോ ഇല്ലയോ, അല്ലെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞ പാർട്ടി നേതാക്കന്മാരാരാണ്, ഇങ്ങനെ പരുതുന്നെടുത്ത് കറങ്ങി നിൽക്കുകയാണ് ഇപ്പോഴും മാധ്യമങ്ങൾ. ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ്, ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൻ്റെ പരിച്ഛേദം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് CPIM അതിൻ്റെ നിർണായകമായ രാഷ്ട്രീയ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നത്. താങ്കൾക്ക് ഇതേ സംബന്ധിച്ച് അഭിപ്രായം രേഖപ്പെടുത്താം. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഏകദേശം 200 വർഷം കൊണ്ട് നേടിയെടുത്ത വലിയ നേട്ടങ്ങളുണ്ട്. അപ്പോൾ ഞാനത് പലപ്പോഴും വിചാരിക്കാറുള്ളത്, ലോകത്തിൽ ഏതെങ്കിലും ഒരു സമൂഹം ഈ സമയത്തിനുള്ളിൽ നേടിയ ഏറ്റവും വലിയ സാമൂഹ്യ മുന്നേറ്റം നേടിയ സമൂഹങ്ങളിലൊന്ന് കേരളമാണ്. അതിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പം ലോകത്തിലെ ഏത് സമൂഹത്തിലും കിട്ടുന്നതിലേക്കപ്പുറത്തേക്കുള്ള സാമൂഹ്യ സമത്വത്തിൻ്റെ അളവിൽ മുൻപിൽ നിൽക്കുന്ന ഒരു നാടാണ് കേരളം. ഈ കേരളത്തിൻ്റെ എല്ലാവിധ മുന്നേറ്റങ്ങളെയും നിഷേധിക്കുന്ന തരത്തിലുള്ള അതിനെയൊക്കെ മുഴുവൻ റദ്ദ് ചെയ്യുന്ന തരത്തിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ ശക്തികൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIMൻ്റെ സംസ്ഥാന സമ്മേളനത്തെ നമ്മൾ കാണേണ്ടത്, ഞാൻ കാണുന്നത്,
കേരളം എന്ന് പറയുന്ന നമ്മുടെ സമൂഹം നേരിടുന്ന ഈ വലിയ വെല്ലുവിളിക്ക് എന്ത് തരത്തിലുള്ള പ്രതിവിധിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി, ഏറ്റവും വലിയ പുരോഗമന രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. ഞാനിതിൻ്റെ നിങ്ങൾ സൂചിപ്പിച്ചത് എനിക്ക് മനസ്സിലായി. ഞാനും ഇന്നലെ അത് വിചാരിച്ചു. പാർട്ടി അംഗങ്ങൾ മദ്യപിക്കാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാണ് അതിൻ്റെ പുറത്ത് ഇതിന് മാത്രം ചർച്ച? അതൊക്കെ വളരെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഞാൻ നോക്കിയിരിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടി കേരളം ഇന്ന് നേരിടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഭരണ നടപടികൾ മാത്രമല്ല, നമ്മുടെ സമൂഹത്തെ അങ്ങേയറ്റം ഛിദ്രമാക്കാനുള്ള കഴിവുള്ള സാമൂഹ്യ ശക്തികൾ നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ എതിരിടാൻ തക്ക വിധം നമ്മുടെ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകാനും അതിൻ്റെ മുൻപിൽ നിൽക്കാനും ഉള്ള പദ്ധതിയുമായി ഈ CPM മുമ്പോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. തീർച്ചയായും. ഡോക്ടർ പി സരിനിലേക്ക് ഒന്ന് പോവുകയാണ്. അതായത് ഈ താങ്കൾ കോൺഗ്രസിനൊപ്പം അതിൻ്റെ ഉന്നത സ്ഥാനത്ത് നിലനിന്നിരുന്ന ഒരു നേതാവാണ്. അവിടെ നിന്ന് താങ്കൾ മാറുന്നു, പാലക്കാട് ഐതിഹാസികമായ വളരെ രാഷ്ട്രീയ പ്രസക്തമായ ഒരു പോരാട്ടം നയിക്കുന്നു. അതിനുശേഷം ഉള്ള താങ്കളുടെ ഈ ഇടതുപക്ഷത്തേക്കുള്ള അല്ലെങ്കിൽ CPIM സഹയാത്രികനായതിനു ശേഷമുള്ള ആദ്യ പാർട്ടി കോൺഗ്രസ്സാണ്, അഥവാ പാർട്ടി സംസ്ഥാന സമ്മേളനമാണ്. ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ നമുക്കതിൻ്റെ ആധികാരികവും വിശദവുമായ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം താങ്കളിലേക്ക് ഞാൻ ഫോർവേഡ് ചെയ്യുകയാണ്. കാരണം ഒരു പുനഃസംഘടന പോലും നടത്താനാകാതെ ദുർബലമാകുന്ന ഒരു പാർട്ടി സംവിധാനത്തിലായിരുന്നു താങ്കൾ നേരത്തെ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇവിടേക്കുള്ള വരവിൽ ഇപ്പോൾ കാണുന്ന മാറ്റങ്ങൾ, അതിനെ ക്രിയാത്മകമായൊന്ന് പറിച്ചിടാമോ? എങ്ങനെയാണ് ആ വ്യത്യാസം താങ്കൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് ആദ്യം തന്നെ. തീർച്ചയായിട്ടും സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒന്നാം ദിവസത്തിൻ്റെ അവസാന വട്ട ചർച്ചകൾ അവിടെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കോൺഗ്രസിലാണെങ്കിൽ അതിൻ്റെ തലം വേറെയാണ്, ഗ്രൂപ്പ് എന്നുള്ള വാക്ക് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ അർത്ഥം വേറെയാണ്. ഇവിടെ കൂട്ടായ ചർച്ചകൾക്ക് വേണ്ടി അഞ്ചോ ആറോ ടീമുകളായിട്ട് പ്രതിനിധികളെ തിരിച്ച് അവർ ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അതവർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ഞാൻ ഇന്ന് എന്നോടൊരു പത്രപ്രതിനിധി ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരമാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. രണ്ടും രണ്ട് സംസ്കാരമാണ്. CPMൻ്റേത് ഒരു രാഷ്ട്രീയ സംസ്കാരവും കോൺഗ്രസിൻ്റേത് വെറും ഒരു ആൾക്കൂട്ട മനോഭാവവുമാണ്. ഈ ആൾക്കൂട്ട മനോഭാവത്തിൻ്റെ പ്രശ്നം ആരുച്ചത്തിൽ സംസാരിക്കുന്നുവോ, ആര് കാര്യങ്ങളെ നിയന്ത്രണത്തിൽ നിർത്തുന്നുവോ അയാളുടെ പുറകെ ആളുകൾ പോകും എന്നുള്ളതാണ്. അതിനൊരു നയമുണ്ടാകില്ല, അതിനൊരു പരിപാടി ഉണ്ടാകില്ല, അതിനൊരു ദിശാബോധമുണ്ടാകില്ല. അങ്ങനെ അധികാരം എന്നുള്ള ഏക ദിശയിലേക്ക് പാർട്ടി പ്രവർത്തകരെ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി നയിച്ചുകൊണ്ട് പോകുന്ന ഒരു സംവിധാനത്തിനപ്പുറത്തേക്ക് കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ ദൗത്യവും ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് അതിൻ്റെ പരിതാപകരമായ അവസ്ഥ നമ്മുടെ മുന്നിൽ വ്യക്തമാവുന്നത്. കാരണം BJPയുടെ 2014 ആദ്യ തെരഞ്ഞെടുപ്പ് വിജയത്തെ നമുക്ക് സാങ്കേതികം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം തുടർച്ചയായി 2 വട്ടം കോൺഗ്രസിൻ്റേതായിട്ടുള്ള സഖ്യകക്ഷി അധികാരത്തിലിരുന്ന ഇന്ത്യയിൽ അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ആ സർക്കാരിൻ്റെ ഒരു മാറ്റം ജനങ്ങൾ പ്രതീക്ഷിച്ചത് അവർ BJPയിലേക്ക് വോട്ട് മാറ്റി ചെയ്തതുകൊണ്ട് സംഭവിച്ചു എന്ന് നമ്മൾ എല്ലാവരും, പ്രത്യേകിച്ച് കേരളത്തിലിരുന്ന് അതിനെ നോക്കിക്കണ്ടവർ ആശ്വസിച്ചു. അതൊരു താൽക്കാലിക പ്രതിഭാസമായി കണ്ടു. പക്ഷെ അതിൻ്റെ പുറകിൽ BJPയുടെ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ വിത്തുപാകി വിളവെടുക്കുന്നതിൻ്റെ സാഹചര്യം എത്രത്തോളം അപകടകരമാണെന്ന് കോൺഗ്രസിന് 2014 മുതൽ 19 വരെയും തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളിടത്ത് നിന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതൊരാൾക്കൂട്ട മനോഭാവം മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമാനമായ സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലും അതിൻ്റെ നേതൃത്വം എന്ന് പറയപ്പെടുന്ന കുറച്ചാളുകൾ അതിനെ തെളിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മോഡിയെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്താൻ കഴിയാത്ത വിധം കോൺഗ്രസ് അധപ്പതിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം. അതിന് ജനങ്ങളോട് പറയേണ്ടുന്നത് എന്താണ് എന്നുള്ളതിലെ വ്യക്തതയില്ലായ്മയും, 3-2 പേർക്കും BJP വിരുദ്ധ മനസ്സുള്ള ഒരു രാജ്യത്ത് വോട്ടിംഗ് നിലയുടെ പരിശോധനയിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത്. 3 തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാലും BJPയും സഖ്യകക്ഷികളും കൂടി ചേർന്ന് 34%, ഏറിയാൽ 36% വോട്ടുകളാണ് ഇന്ത്യയിൽ 3 പൊതു തെരഞ്ഞെടുപ്പിലും നേടിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം 3-2 ആളുകൾ BJPക്ക് എതിരെ വോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യത്ത്
അതിനെ ഏകോപിപ്പിച്ചെടുക്കാൻ പോലും സാധിക്കാതെ BJPയുടെ വിദ്വേഷ രാഷ്ട്രീയത്തിന് ഇടമൊരുക്കുന്ന ഉത്തരവാദിത്തമാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസ് കഴിഞ്ഞ കുറച്ച് കാലമായി നിർവഹിക്കുന്നത്. അതെങ്ങനെയെന്ന് പിന്നീടൊരു അവസരത്തിൽ വിശദമാക്കാം. കേരളത്തിലാകട്ടെ 2 ടേമുകളിലായി ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഇച്ഛാശക്തിയുടെ പുറത്ത് ഒരു ജനതയെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നും കേരളം പോലൊരു സംസ്ഥാനത്തിൻ്റെ വിഭവങ്ങളെയും മനുഷ്യരുടെ വിഭവശേഷിയെയും എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിന് കൃത്യമായ ഒരു നിർവചനം നൽകാൻ CPM-ന് കഴിഞ്ഞ 9 വർഷം കൊണ്ട് സാധിച്ചു എന്നിടത്ത് നിന്ന് ഇനി അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമാവുക, അതായത് ഭരണത്തിലിരിക്കുമ്പോൾ അത് നേടിയെടുക്കാൻ ഭരണത്തിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തി ചെയ്യുന്നതിനും അപ്പുറം CPM എന്ന് പറയുന്ന പാർട്ടിക്ക് നവകേരളത്തിനുള്ള പുതുവഴികൾ അന്വേഷിക്കാനുള്ള പ്രാപ്തിയുണ്ട് എന്നും ആ പ്രാപ്തി ഇതാ ഞങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയുകയാണ് എന്നും ഞങ്ങൾ ഇങ്ങനെയാണ് നമ്മളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്നും നവകേരളം എന്ന് പറയുന്നത് ഒരു സങ്കല്പലോകമല്ല, പകരം യാഥാർത്ഥ്യബോധത്തിലൂന്നിയുള്ള കാഴ്ചപ്പാടിൻ്റെയും മനോഭാവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഒരുമിച്ച് അവിടേക്ക് എത്തിക്കാനുള്ള വലിയൊരു രാഷ്ട്രീയ ദൗത്യമാണെന്നുമാണ് CPM പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM-ൻ്റെ ഈ നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന് പറയുന്ന ഇന്ന് അവതരിപ്പിക്കപ്പെട്ട രേഖ അത് തുടർ ചർച്ചകൾക്ക് വിധേയമായി അത് അംഗീകരിക്കുന്ന രേഖയായതിനു ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് അത് പൊതുസമക്ഷത്തിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടി തന്നെ മുന്നോട്ട് വയ്ക്കും. നോക്കൂ, ഇവിടെയാണ് ഈ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഒരു പാർട്ടി, ദേശീയ പാർട്ടി എന്ന് ഊറ്റം കൊള്ളുന്ന ഒരു പാർട്ടി, ഇന്ത്യയിലെ മുക്കിലും മൂലയിലും എല്ലാ വാർഡിലും എല്ലാ ബൂത്തിലും ഒരാളെങ്കിലും വോട്ട് ചെയ്യാനുണ്ടെന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ കേരള സംസ്ഥാനത്തിലെ തലപ്പൊക്കമുള്ള നേതാക്കളെ മുഴുവൻ ഡൽഹിയിലേക്ക് ഒരു ദിവസം വിളിപ്പിച്ച് 10-30 പേരെ വട്ടമേശയ്ക്ക് ചുറ്റും ഇരുത്തി ചർച്ച ചെയ്തിട്ട് അതിൻ്റെ രാഷ്ട്രീയ പ്രമേയമായി പുറത്തേക്ക് വന്നത് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. അതായത് കോൺഗ്രസ്സുകാർ ഇത്രയും കാലം ഒറ്റക്കെട്ടല്ല, ഇനി ഇതാ ഇലക്ഷൻ വരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം, അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഒരാഴ്ച തികയുന്നതിന് മുന്നെയാണ് CPM അതിൻ്റെ ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ, ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി 5ാമത്തെ തട്ടായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിന്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അതിന് സംസ്ഥാന സമ്മേളനങ്ങൾ പൂർത്തിയാക്കാൻ CPM-ന് കഴിഞ്ഞു എന്നുള്ളതും ഇനി കേരളത്തിലെ സംസ്ഥാന സമ്മേളനം കൂടി കഴിഞ്ഞ അടുത്ത 4 ആഴ്ച കൊണ്ട് ഒരു പാർട്ടി കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ നടക്കുകയാണെന്നും പറയുമ്പോഴാണ് എത്ര ഗൗരവപൂർവമായിട്ടാണ് രാഷ്ട്രീയം എന്ന് പറയുന്നതിനെ നോക്കിക്കാണുന്നത് CPM എന്നും ഈ നാടിനോടുള്ള പ്രതിബദ്ധത ജനങ്ങളെ കേട്ട്, കാരണം പ്രതിനിധികളായിട്ട് ബ്രാഞ്ച് മുതൽ സംസ്ഥാന സമ്മേളനത്തിലും ഇനി അങ്ങോട്ടേക്ക് എന്താ പറയുക പാർട്ടി കോൺഗ്രസിലേക്കും എത്തുന്ന ഓരോരുത്തരും ചർച്ചയ്ക്ക് വെക്കുന്നത് അവർ പ്രതിനിധാനം ചെയ്യുന്ന ഓരോ സംഘടനാ ചുമതലയിലും ഭാരവാഹിത്വത്തിലും ഉത്തരവാദിത്വത്തിലുമുള്ള കാര്യങ്ങളാണ്. അത് ധരിപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ബോധ്യത്തിൽ ഈ സംഘടന മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ സംഘടനയെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരു സംഘടനയാക്കി മാറ്റുന്നത് എന്നാണ്. ഇത്തവണ ഞാൻ പ്രതിനിധിയല്ല, ഞാൻ പക്ഷേ ഈ സമ്മേളനത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാകണമെന്നുള്ള എൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയുടെ പേരിൽ ഞാൻ കൊല്ലത്തെത്തുകയും വളരെ താല്പര്യപൂർവ്വം ഇതിനെ നോക്കിക്കാണുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റത്തെ ജനങ്ങളിലേക്ക് പകരാൻ CPM കാണിക്കുന്ന ഗൗരവപൂർവമായ ആ ഉത്തരവാദിത്തത്തെ കേരള ജനത സ്വീകരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും. ഡോക്ടർ പി സരിൻ, ഞാൻ തിരിച്ചെത്താം താങ്കളിലേക്ക് തന്നെ. ശ്രീ എം ജയചന്ദ്രൻ, കാര്യം 100 പറഞ്ഞാലും 200 ആണല്ലോ വലുത്. ഈ 3ാം ഊഴവും പിണറായി അല്ലെങ്കിൽ ഇടതുപക്ഷം തുടരും എന്ന ഒരു ധ്വനി രാഷ്ട്രീയമായ ഒരു യാഥാർത്ഥ്യമായി കടന്നു വരികയും അത് ചർച്ചകളിൽ എത്തുകയും ചെയ്യുമ്പോഴാണ് പല വിധത്തിലുമുള്ള അലോസരങ്ങൾ ഉണ്ടാകുന്നത്, പല കേന്ദ്രങ്ങളും അലോസരപ്പെടുന്നത്. നോക്കൂ, നവ ഫാസിസവും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തവരല്ല മാധ്യമങ്ങൾ. ആ അവസ്ഥയിൽ ഫാസിസത്തെ ചെറുക്കാനുള്ളതിൽ വെള്ളം ചേർത്തു എന്ന രീതിയിൽ അത് പ്രചരിപ്പിക്കുകയും അതിന് ഇന്നിപ്പോൾ പ്രകാശ് കാരാട്ട് മറുപടി പറയാൻ നിദാനമായ VD സതീശൻ്റെ വാക്കുകളടക്കം അവിടേക്ക് മാറി നിന്ന് കൊതിയും നുണയും പറയുന്നത് പോലെ ഒരു വസ്തുതകളുമായി ചേരാത്ത യെച്ചൂരിയുടെ കാര്യം അടക്കം എടുത്തിട്ട് ഈ കാര്യങ്ങളെയൊക്കെ മറ്റൊരു ദിശയിലേക്ക് തിരിക്കാൻ പോകുന്നതിൻ്റെയും ഉത്സുകത മറ്റൊന്നല്ല. ആ എന്തൂസിയാസം എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇതിനൊക്കെ മാധ്യമങ്ങൾ കൂടി കൂട്ടു നിൽക്കുന്ന ഒരു ചേരുവയായി രൂപപ്പെടുത്തുന്നു. ഒരു ക്രിയേറ്റീവ് രാഷ്ട്രീയം, അതിനെ വിമർശിക്കാം, അതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ വിമർശിക്കാം.
അങ്ങനെ ഒരു സ്വയം വിമർശനത്തിൻ്റെ പ്രക്രിയ തന്നെയാണ് പാർട്ടി കോൺഗ്രസ്സുകളിലൂടെ സമ്മേളനങ്ങളിലൂടെ CPIM ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഘടകവിരുദ്ധമായി ഒരു പൈങ്കിളി വൽക്കരണത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്ന തരത്തിലേക്ക് അപക്വമായി സമൂഹത്തെ മാറ്റുന്നു. മാധ്യമങ്ങൾക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട്, കേരളത്തിലെ പ്രതിപക്ഷത്തിന് അതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. ഇങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ട്. ശ്രീ M. ജയചന്ദ്രൻ. അജിംഷാദ്, അതിൽ എനിക്ക് വല്ലൊരു വിയോജിപ്പ് എന്താണെന്നറിയാമോ? ഞാൻ സതീശനെ അങ്ങനെ എൻഡോഴ്സ് ചെയ്ത് സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. പ്രകാശ് കാരാട്ടും അങ്ങനെയാണ്. പക്ഷേ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. കാരണം ബൈബിളിൽ ചെകുത്താനെ കുറിച്ച് പറഞ്ഞാൽ അത് ചെകുത്താന് സ്വീകരണമാവുന്നതല്ലോ. ഞാൻ അങ്ങനെ ചെകുത്താനുമായി ഉപയോഗിച്ചതല്ല, ഞാൻ അല്ലാതൊരു ഉപമ പറഞ്ഞതാണ്. അല്ല അതായിക്കോട്ടെ. കാരണം ഇതുപോലുള്ള ഒരു സമ്മേളനത്തിനെ അതിന്റെ ആ ഒരു ഗൗരവത്തിലും അതർഹിക്കുന്ന വ്യാപ്തിയിലും ചർച്ച ചെയ്യാൻ കഴിവില്ലെങ്കിൽ അത്തരക്കാർ മിണ്ടാതിരിക്കണം. പക്ഷെ അത് ചെയ്യില്ല. മുങ്ങുന്ന കപ്പലിലിരുന്ന് കുടുംബമഹത്വം പാടുന്ന ആൾക്കാരെ പോലെയാണ് ഇത്തരക്കാരുടെ ഈ ജൽപ്പനങ്ങളെ ഞാനിന്നും കേൾക്കുന്നതും കാണുന്നതും. അതിന്റെ അപ്പുറത്തേക്ക് ഇത്തരക്കാരുടെ കാര്യങ്ങൾക്ക് അഭിപ്രായം പറയേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു താല്പര്യവും. അതുകൊണ്ട് ഞാൻ സതീശന്റെ പ്രസ്താവനകളിലേക്ക് കൂടുതൽ പോകേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്. സതീശൻ ഇങ്ങനെ പറയുമ്പോഴും സതീശനെ പേടിപ്പിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണ്? ആ പ്രശ്നം മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ 2021 VD സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നത്. ആ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീശനെ ഭയപ്പെടുത്തുന്ന സംസ്ഥാനത്തിന്റെ പ്രവർത്തന മികവിന്റെ യാഥാർത്ഥ്യം മുമ്പിൽ നിൽക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യത്തിലെ ചില വളരെ കീ ഫാക്ടേഴ്സ് എന്ന് കരുതാവുന്ന 1-2 കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്ന്, നമ്മുടെ 2020-21 കേരളത്തിന്റെ തനത് നികുതി വരുമാനം 47,660 കോടി രൂപയായിരുന്നു. 47,660 കോടി രൂപ തനത് വരുമാനം 2020-21 ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ. ഇതിപ്പോ ഈ മാസം അവസാനിക്കുന്ന സാമ്പത്തിക വർഷം അവസാനിക്കുന്ന ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ അത് 81,000 കോടി രൂപ കവിയും. ഓർക്കണം, ചെറിയ കാര്യമല്ല. കേന്ദ്രം ഇത്രയും കഴുത്തിന് പിടിച്ച് ഞെരുക്കിയിട്ടും ഈ 4 വർഷം കൊണ്ട് കേരളം നേടുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ 70% വർധനവാണ് തനത് വരുമാനത്തിന്റെ വളർച്ച. സ്വാഭാവികമായും ആരെയും അമ്പരപ്പിക്കുന്ന, പ്രത്യേകിച്ചും പ്രതിപക്ഷ ഭാഗത്ത് നിൽക്കുന്ന നേതാക്കളെ അമ്പരപ്പിക്കുന്ന വളർച്ച തന്നെയാണ് ഈ തനത് വരുമാനത്തിന്റെ ഇത്തരത്തിലുള്ള വളർച്ച. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും എപ്പോഴും അഭിമാനപൂർവ്വം സംഖ്യകളെല്ലാം ഉയർത്തി കാണിക്കുന്ന ഗുജറാത്തിൽ പോലും ഈ തരത്തിലുള്ളൊരു മികവിന്റെ ഗ്രാഫ് കാണാനില്ല. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ നേടിയത്? അതിനൊരു കൃത്യമായ ഒരു വഴിയുണ്ട്. ആ വഴി എന്ന് പറയുന്നത് കഴിഞ്ഞ 2022 നവകേരള ഈ വിഷൻ അവതരിപ്പിക്കുന്നത്. പക്ഷെ അതിനു മുൻപ് തന്നെ രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെ അവതരിപ്പിക്കുന്നുണ്ടല്ലോ മാനിഫെസ്റ്റോ, പ്രകടന പത്രിക. ആ പ്രകടന പത്രികയിൽ തന്നെ വിഷൻ എന്താണ് എന്നുള്ളത് പറയുന്നുണ്ട്. ആ വിഷൻ അനുസൃതമായിട്ടുള്ള പ്രവർത്തന രീതിയാണ് ഗവൺമെന്റ് മുമ്പോട്ട് വെക്കുന്നത്. ആ പ്രവർത്തനമാണ് 2022 സംസ്ഥാന സമ്മേളനത്തിൽ കൊച്ചിയിൽ, എറണാകുളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചത്. അതിന്റെ ഒരു വിലയിരുത്തൽ, സമഗ്രമായ വിലയിരുത്തൽ നടക്കുന്നുണ്ട് ഈ സമ്മേളനത്തിൽ. അത് പ്രതിനിധികൾക്ക് 5 ഭാഗങ്ങളായി കൊടുത്ത റിപ്പോർട്ടിൽ ആ വിലയിരുത്തലുണ്ട്. അതിനൊപ്പം ഇന്ന് 4 മണിക്ക് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള വികസനത്തിന് പുതുവഴികൾ എന്നുള്ള ആ നയരേഖ, ആ നയരേഖയിൽ അതിന്റെ കുറച്ചുകൂടെ എലാബറേറ്റഡ് ആയിട്ടുള്ള വെർഷനാണ് ഉള്ളത്. ഏതൊക്കെ മേഖലകളിലാണ് വികസിക്കേണ്ടത്, അത് പ്രാദേശിക വികസനത്തിന്റെ വലിയ സാധ്യതകൾ ആ മുഖ്യമന്ത്രിയുടെ 4 മണിക്കുള്ള സെഷനിൽ അവതരിപ്പിച്ചു കഴിഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പ്രാദേശിക വികസനത്തിന് അനന്ത സാധ്യതകളോടൊപ്പം തന്നെ ഇപ്പോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമാപിച്ച ഗ്ലോബൽ സമ്മിറ്റിന്റെ, കൊച്ചിയിൽ സമാപിച്ച ഗ്ലോബൽ സമ്മിറ്റിൽ സമർപ്പിക്കപ്പെട്ട 1,52,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപ സംഗതികൾ, അതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ചർച്ചയിലേക്ക് വരുന്നത്. അപ്പൊ സതീശന്മാർക്ക് സ്വാഭാവികമായും കാലിളകിയേ മതിയാവൂ. കാരണം 42 പേരെയും കൊണ്ടാണ് ഈ തേര് തെളിച്ചുകൊണ്ടിരിക്കുന്നത്, UDF എന്ന തേര് തെളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ LDF-ൽ CPM-ന് മാത്രമുണ്ട് 62 പേരെന്ന് ഓർക്കണം. അതിനോടാണ് മല്ലടിക്കാൻ അവർക്ക്
ഏറ്റുമുട്ടേണ്ടി വരുന്നത്, നിരന്തരം ബലിടിച്ച് നിൽക്കേണ്ടി വരുന്നത്. അപ്പൊ ഇതുപോലുള്ള എന്തെങ്കിലും പിന്നെ ഈ എന്താണ് ആൾക്കാരെ സുഖിപ്പിക്കുന്ന, മാധ്യമങ്ങൾക്ക് സുഖം നൽകുന്ന എന്തെങ്കിലും സംഗതികൾ ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ് സമീപകാലത്തായി അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചു വരുന്ന ഒരു തന്ത്രം. അത് കനകോലുവിന്റെ തന്ത്രമാണെന്ന് ഗോവിന്ദമാഷ് തന്നെ പലവട്ടമായിട്ട് പറയുന്നുണ്ട്. ആയിരിക്കാം, അല്ലായിരിക്കാം. കനകോലു അദ്ദേഹത്തെ പിന്നെ കാത്തുരക്ഷിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ കഴിയൂ. അതിരിക്കട്ടെ, അത് മറ്റൊരു സംഗതിയാണ്. പക്ഷേ പ്രശ്നം ഇതാണ്, കേരളത്തിൽ കാണപ്പെടുന്നത് പിന്നെ വികസനത്തിന്റെ ഈ ഇരുണ്ട വഴികളല്ല മുമ്പിൽ, മറിച്ച് വളരെ പ്രകാശമാനമായ വഴികൾ തന്നെയാണ് ഈ നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖ അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുമ്പോട്ട് വെച്ച ആശയങ്ങൾ ഉള്ളത്. അതെന്ന് പറയുന്നത് കഴിഞ്ഞ 3 വർഷം മുമ്പ് അവതരിപ്പിച്ച നവകേരളത്തിനുള്ള പുതിയ രേഖ എന്നുള്ള ആ രേഖയുടെ ചൂട് പിടിച്ചുകൊണ്ടുള്ള നടപ്പാക്കിയ കാര്യങ്ങൾ എത്ര, നടപ്പാക്കാനുള്ളതെത്ര, കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനാനുഭവങ്ങൾ, അതൊക്കെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് പുതിയ നയരേഖ വരുന്നത്. അപ്പൊ പുതിയ ചില സെക്ടറുകൾ അതിൽ ചേർന്നിട്ടുണ്ട്. അത് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു രേഖ വരുന്ന ചർച്ചകളിൽ എന്താണ് കാര്യം? ഈ പിന്നെ ഫാസിസം എങ്ങനെ വന്നോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള പ്രാപ്തിയും കെൽപ്പും ഒക്കെ ഉള്ള പാർട്ടിയാണല്ലോ CPIM. ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് PB കുറിപ്പാണല്ലോ ഇതിനോട് അനുബന്ധമായി ചേർത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് പിന്നെ പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്താണ് എന്ത് ചെയ്യണം, ആ രേഖ ഉൾക്കൊള്ളണമോ അതോ അതിൽ നിന്ന് കൂടുതൽ സമ്പുഷ്ടീകരണം വേണോ അതോ അതേപടി അംഗീകരിക്കാമോ, ഇതൊക്കെ തീരുമാനിക്കുന്ന 24ാം പാർട്ടി കോൺഗ്രസ് ആണ്. ആ പാർട്ടി കോൺഗ്രസിൽ അത് ചെയ്യാനുള്ള പ്രാപ്തിയുള്ള ആൾക്കാരാണ് പങ്കെടുക്കുന്നത്. അതാണ് അതിന്റെ വസ്തുത. ഞാൻ തിരിച്ചെത്താം ശ്രീ KJ ജേക്കബ്. അതാണ് കാരണം എല്ലാ ആശയങ്ങളും രൂപം കൊള്ളുന്നത്. ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സായാലും റിലേറ്റിവിറ്റി തിയറിയിലും എല്ലാം നമ്മുടെ പ്രജ്ഞയിലാണ് ഇതെല്ലാം രൂപം കൊള്ളുന്നത്. അതിൻ്റെ പ്രായോഗികവൽക്കരണത്തിൻ്റെ ഗുണങ്ങളാണ് ഗുണഭോക്താക്കളായി നാടും നമ്മളുമൊക്കെ അനുഭവിക്കുന്നത്. ഇവിടെ നോക്കൂ, ഈ നവകേരളം ഒരു ശ്രീനിവാസൻ തോട്ടിൻ്റെ ലോജിക്കിലാണ് കാര്യങ്ങളെ കാണുന്നത്. അങ്ങനെയുള്ള ഒരു അരാഷ്ട്രീയത മാറ്റിവെച്ചാൽ കൃത്യമായി നമുക്കറിയാം, ഇന്ന് ഞാനും സാറും അടക്കമുള്ളവർ അനുഭവിക്കുന്ന 45 മീറ്റർ എന്നതിൽ തട്ടി നിന്നിരുന്ന ആ ദേശീയപാത വികസനം അടക്കമുള്ള വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ സുസ്ഥിരമായ വികസനത്തിൻ്റെ എല്ലാ വശങ്ങളും ഇവിടെ തുറക്കുന്നതിലേക്ക് നയിക്കപ്പെട്ട ഒന്നായിരുന്നു. അതായത് എറണാകുളം സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടിന് ശേഷം അവതരിപ്പിക്കപ്പെട്ട ആ രേഖ, അതിൻ്റെ ഒരു തുടർ പ്രക്രിയയാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പോൾ അതൊരു വികസനത്തിലേക്കുള്ള നാന്ദിയാകുന്ന ഒന്നാണ്. അതൊരു നിസ്സാരവൽകൃതമായി നമ്മൾക്ക് കാണാനോ കാഴ്ചവെക്കാനോ പറ്റുന്ന ഒന്നല്ല. നോക്കൂ, ഇപ്പോൾ ഈ മാധ്യമങ്ങൾ അവിടെയും ചർച്ച ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നവഫാസിസം, ഫാസിസം, ഇത് തമ്മിലുള്ള വ്യത്യാസം. ഫാസിസത്തിൽ വെള്ളം ചേർത്തു എന്ന് ചില മാധ്യമങ്ങൾ ആ കരട് റിപ്പോർട്ടിന്മേലുള്ള വാർത്തകളിൽ പ്രതിഫലിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവർ മാർക്സിസ്റ്റുകാർ എല്ലാ വിഷയത്തെയും വളരെ ശാസ്ത്രീയമായി കാണുന്നവരാണ്. നമ്മോടൊപ്പം ഡോക്ടറുണ്ട്. പ്രീ ഡയബറ്റിക് സ്റ്റേജിനെയും ഡയബറ്റിക് സ്റ്റേജിനെയും രണ്ടായാണ് ശാസ്ത്രം കാണുന്നത്. അതുപോലെ സോഷ്യോളജിക്കൽ മാറ്ററുകളെ എല്ലാം അത്തരത്തിൽ വീക്ഷിക്കുന്ന ഒരു മെത്തഡോളജിയാണ്, ഒരു രീതിശാസ്ത്രമാണ് ഈ മാർക്സിസ്റ്റുകൾക്കുള്ളത്. അവർക്ക് വേണമെങ്കിൽ പറയാം ഇത് ഫാസിസത്തിനെതിരായി ഒരു പോരാട്ടം എന്ന് പറയാം. പക്ഷേ അതല്ല, ഫാസിസത്തിലേക്കുള്ള പോക്ക് അത് പിടിച്ചു നിർത്തണം. അവിടെ ഉപയോഗിക്കേണ്ട പ്രക്രിയകൾ എന്താണ്? അങ്ങനെ വളരെ നിഷ്കളങ്കവും ആത്മാർത്ഥവുമായി അവരുടെ പ്രക്രിയകളെ വളർത്തിയെടുത്ത ഒരു രീതിയാണ് നാം പുറത്തിട്ട് ഇങ്ങനെ ചമ്മണം ചുപ്പുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ അപക്വമായൊരു സമൂഹം ഇതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്? എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണേണ്ടത്? ഇതിൻ്റെ ഗുണഭോക്താവായി നാട് വരുന്നതിനെ എങ്ങനെയാണ് ക്രിയാത്മകമായി സ്വീകരിക്കേണ്ടത്? ഈ രീതിയിലേക്കൊക്കെ നമ്മൾ മാറണ്ടേ, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ? KJ. ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം, ഇതൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ മണൽ കൊണ്ട് കയറി വിരിക്കുക എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എന്തോ വസ്തുതകൾ അന്വേഷിച്ച് പോകുമ്പോൾ അതിൻ്റെ അകത്ത് അടിയിലകത്തൊന്നും കാണില്ല. പക്ഷേ ഇത് വെച്ചെന്തോ ഗംഭീരമായ ചർച്ചകൾ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ള മട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ കഴിവുണ്ട്. ഇത് സത്യത്തിൽ ഈ ഏറ്റവും ഉപരിപ്ലവമായ കാര്യങ്ങളിൽ മാത്രം കേരളം പോലെയുള്ളൊരു സമൂഹത്തെ തളച്ചിടാനുള്ള വലിയ ശ്രമമാണത്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാതെ മറ്റൊരു വഴിയില്ല. കാരണം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇവർ മണൽ കൊണ്ട് കയറി വിരിച്ച് അവസാനം നമുക്കറിയാം മണൽ കൊണ്ട് എത്രത്തോളം കയറി വിരിക്കാൻ പറ്റും, ഒന്നുമില്ല. അവർക്കതിന് താല്പര്യമില്ല. സമൂഹത്തെ നേരിടുന്ന സീരിയസ് ആയിട്ടുള്ള ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ പോലും അവർക്കില്ല. ഡോക്ടർ സരീൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞാനത് ഓർക്കുകയും ചെയ്തു.
കോൺഗ്രസ് CPM അതിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു. ഈ നാട് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് അവരെ കൊണ്ട് പറ്റുന്നത് പോലെ അവർ ആലോചിക്കുന്നു, അവർ നാട്ടുകാരോട് പറയുന്നു. കോൺഗ്രസ് അതിൻ്റെ എല്ലാ നേതാക്കന്മാരെയും വിളിച്ചിട്ട് പറയുന്നു ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞു. ഈ ഒറ്റക്കെട്ട് കൊണ്ട് മനുഷ്യർക്ക് എന്താണ് ഉപകാരമുള്ളത്? അത് അവരുടെ പ്രശ്നമല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്കതിന് അധ്വാനിക്കേണ്ടതുണ്ട്. ഞാനതാണ് പലപ്പോഴും അവർ നടത്തുന്ന അധ്വാനം, അവർ നടത്തുന്ന ബൗദ്ധികവും ശാരീരികവുമായ അധ്വാനം, രാഷ്ട്രീയപരമായ അധ്വാനം, RSSനും BJPക്കും എതിരെ അവർ നടത്തുന്ന ശരിക്കും രാഷ്ട്രീയ പ്രതിരോധം, ഇത് ഈ ഫാഷിസം എന്നും നിയോ ഫാഷിസം എന്നും നിയോ ലിബറലിസം എന്നുമൊക്കെയുള്ള ടേമുകൾ സത്യത്തിൽ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് അവൻ്റെ ധാരണയിലുണ്ട്, അവൻ്റെ ബോധത്തിൽ നിന്ന് വരുന്നതാണ്. ഇത് നമ്മൾ പണ്ട് 10ാം ക്ലാസ്സിൽ മലയാളം പരീക്ഷയ്ക്ക് വൃത്തങ്ങളുടെ ലക്ഷണം, ശ്രദ്ധ, ഗുരു വേണം, ലഘു വേണം, ഗുരുവും ലഘുവും ഒക്കെ ഇന്ന ഇതിലായി ഒന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അടുത്ത വൃത്തമാവും. അങ്ങനെ ഇതല്ലല്ലോ രാഷ്ട്രീയം. ഇതിങ്ങനെ ഫാഷിസത്തിന് അതിൻ്റേതായ ലഘുക്കളും ഗുരുക്കളും ഒന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ല കോർപ്പറേറ്റ് ഹിന്ദുത്വ. അതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള RSS BJPയുടെ ഭരണത്തെക്കുറിച്ച് വിശദീകരിക്കാൻ പറ്റുക. അതിൻ്റെ അജണ്ട കോർപ്പറേറ്റ് അജണ്ടയാണ്, അതിൻ്റെ രാഷ്ട്രീയ അജണ്ട ഹിന്ദുത്വ അജണ്ടയാണ്. ഇത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തെ കൊല്ലാക്കൊല ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഇതിൻ്റെ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അതിനെ എങ്ങനെ റെസിസ്റ്റ് ചെയ്യാം എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഥകളൊന്നും മനസ്സിലാകാതെയാണ് എത്ര പേർക്ക് കള്ളു കുടിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത്. എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ പോകാതിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിരവധി പേരെ അത് തെറ്റിദ്ധരിപ്പിക്കുകയും ഇവർ ഇത്രയും ആത്മാർത്ഥതയോടുകൂടി രക്തം ചാലിച്ചൊരു പ്രക്രിയയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ അതിനെ കൊഞ്ഞണം കുത്തുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസത്തെ നമുക്ക് എതിർക്കേണ്ടതില്ലേ KJ? നമുക്ക് ഒന്നും ഇല്ലില്ല, നമുക്കത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അതിനെ എതിർക്കുക എന്നുള്ളതെല്ലാം നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. CPMഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആ കാര്യങ്ങൾ മനുഷ്യരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. ഞാനിന്ന് ശ്രീ പ്രകാശ് കാരാട്ട് ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ സതീശൻ്റെ അതിന് മറുപടി കൊടുത്തത് ഞാൻ അത്ഭുതത്തോട് കാണുകയായിരുന്നു. സതീശനെ മനസ്സിലാകുന്ന കാര്യങ്ങളൊന്നും അല്ല അദ്ദേഹം തന്നെ പറയുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടേതായ ചില നിലപാടുകളാണ്. അതെടുത്ത് വെച്ചിട്ട് RSSനെ CPM വൈറ്റ് വാഷ് ചെയ്യുകയാണ് എന്നൊക്കെ പറയണമെങ്കിൽ എത്രത്തോളം നെയ്വായിരിക്കണം, എത്രത്തോളം കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നത് പോലെയാണ്. രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെ ഏറ്റവും ഗൗരവത്തോടു കൂടി ഒരു രാഷ്ട്രീയ പാർട്ടി അഡ്രസ്സ് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് നിന്ന് ഒരു നിർവചനം എടുത്ത് വെച്ചിട്ട് അതിനെ മുഴുവൻ അട്ടിമറിക്കുന്ന ലാഘവത്തോടു കൂടി സംസാരിക്കുമ്പം അതിന് എത്രത്തോളം ഗൗരവം കൊടുക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിനു പകരം മനുഷ്യരോട് നമുക്ക് പറയാം, എന്താണ് മോദി സർക്കാരിനോടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാട് എന്താണ്? ഇത് പറഞ്ഞാൽ മതി. ഇതിനെ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളതിനെ അതിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ ഡെഫിനേഷനൊക്കെ കോൺഗ്രസ്സുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? അവർക്കത് മനസ്സിലാവില്ല. അവർക്കത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് RSS ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതിനെക്കുറിച്ച് കേവലമായ ധാരണയെങ്കിലും ഈ രാജ്യത്തെ കോൺഗ്രസ്സുകാർക്ക് വേണം. ഞാനൊരു കാര്യം പറയാം, ഒറ്റ കാര്യം. എന്നൊക്കെ കോൺഗ്രസ് നേരെ നിന്നിട്ടുണ്ടോ അന്നൊന്നും ഈ രാജ്യത്ത് RSSന് ഒരടി മുമ്പോട്ട് പോകാൻ പറ്റില്ല. കോൺഗ്രസ് എന്നൊക്കെ അവരുടെ ചുറ്റും നിന്നിട്ടുണ്ടോ അന്ന് മാത്രമാണ്. അതിപ്പോൾ നമ്മൾ 49 അയോധ്യ ആയാലും ശരി, 84 അയോധ്യ ആയാലും ശരി, 91 അയോധ്യ ആയാലും ശരി, ഈ 2023 അയോധ്യ ആയാലും ശരി, നിങ്ങളത് മാത്രം നോക്കിയാൽ മതി. എന്നൊക്കെ കോൺഗ്രസ് കൂട്ടം നിന്നിട്ടുണ്ടോ അന്നൊക്കെ RSSന് അവരുടെ രാജ്യത്തിൻ്റെ അജണ്ട സെറ്റ് ചെയ്യാൻ പറ്റി. എന്നൊക്കെ കോൺഗ്രസ് എതിര് നിന്നിട്ടുണ്ടോ അന്ന് RSSന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഈ ലളിതമായ കാര്യം പോലും നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾക്ക് അവരെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റുമോ? എനിക്ക് തോന്നുന്നു നാട്ടിലെ മനുഷ്യരോട്, മലയാളികളോട് ഞങ്ങൾ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ഇനി ഇതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് പറയുക എന്നുള്ളതല്ലാതെ അത് പറഞ്ഞുകൊണ്ടിരിക്കുക, അതിൽ തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ അടുത്ത് നിന്ന് ഇൻപുട്ടുകൾ എടുത്തിട്ട് ഒരു ഭംഗിയുള്ള പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതല്ലാതെ കോൺഗ്രസ്സുകാരോട് രാഷ്ട്രീയം പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളത്
ബുദ്ധിമുട്ടുള്ള തീർച്ചയായും. ശ്രീ കെ അനിൽകുമാർ, മുതിർന്ന CPIM നേതാവിലേക്ക് തന്നെ പോകുന്നു. ശ്രീ കെ അനിൽകുമാർ, അതായത് ഒരു ചെങ്കൊടി പിടിക്കുന്ന പ്രസ്ഥാനം, വർഗ താല്പര്യങ്ങളിൽ അധിഷ്ഠിതമായി വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ CPIM, പക്ഷേ പരിമിതമായ വിഭവങ്ങളുള്ള കേരളമെന്ന ഒരു ചെറിയ സംസ്ഥാനത്തിൻ്റെ അധികാരവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജനശക്തിയുമൊക്കെ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് ഒരു വികസിത ആധുനിക ജനാധിപത്യ വ്യവസായവൽകൃതമായ ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാതൃകയായി ഇന്ത്യയിൽ ഉയർത്തിക്കാട്ടാനാകുന്നത്? അതെങ്ങനെ തുടരും? ഇത്രയേറെ വലിയ പ്രതിസന്ധികൾ മാധ്യമങ്ങളടക്കം തീർക്കുമ്പോൾ എന്താണ് നിങ്ങൾക്കതിന് ആത്മവിശ്വാസമായി കാണുന്ന ഘടകങ്ങൾ? പോരാട്ടമാണ് അതിജീവനത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളതാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചും അവരുടെ പ്രധാനപ്പെട്ട സമരപാഠം. കേരളം നിലനിൽക്കണമെങ്കിൽ പോരാട്ടം നടത്തണം. നവകേരളം സൃഷ്ടിക്കണമെങ്കിൽ പോരാട്ടം നടത്തണം. നവകേരളം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാസിസത്തിനെതിരായ സമരമായിട്ടാണ് CPM കാണുന്നത്. കാരണം ഇന്ത്യ രാജ്യത്ത് ഫെഡറലിസം തകർക്കണമെന്നും ഭാഷാ സംസ്ഥാനങ്ങളെ കൊന്നു കുഴിച്ചു മൂടണമെന്നും ആഗ്രഹിക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയാണ് RSS മുന്നോട്ട് വെക്കുന്നത്. കേരളം മതനിരപേക്ഷമാണെങ്കിൽ മതനിരപേക്ഷ കേരളമെന്ന് പറയുന്നത് RSSൻ്റെ മതരാഷ്ട്രീയത്തിനെതിരാണ്. അതുകൊണ്ട് RSSനെതിരായ സമരത്തിൻ്റെ പ്രായോഗിക രൂപങ്ങളിലൊന്ന്, ഒരു പ്രധാനപ്പെട്ട പ്രായോഗിക രൂപം ഈ കേരളത്തെ മതനിരപേക്ഷമായി നിലനിർത്തുക. 2, ഇന്ന് ഇന്ത്യ രാജ്യത്തെ എങ്ങോട്ടേക്കാണ് RSS കൊണ്ടുപോകുന്നത്? മനുസ്മൃതി അടിസ്ഥാനമാക്കിയ ഒരു യാത്രയിലേക്കാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന് നേർവിപരീതമായി എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന, ചേർത്തുനിർത്തുന്ന ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസഗതികളിൽ എല്ലാവർക്കും ഇടം കൊടുക്കുന്ന ഒരു നവകേരള നിർമ്മിതിയിലേക്ക് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാക്കി മനുഷ്യനെ മാറ്റിത്തീർക്കുക. ആൺപെൺ തുല്യതയുടെ ഒരു പുതിയ കേരളത്തെ നാം സൃഷ്ടിച്ചെടുക്കുക. അതിൽ തന്നെ അധ്വാനിക്കുന്ന മനുഷ്യർ ആദരിക്കപ്പെടുന്ന കേരളമാണ് നവകേരളം. അധ്വാനിക്കുന്ന മനുഷ്യരെ ദാസന്മാരാക്കിയതാണ് മനുസ്മൃതി. അധ്വാനിക്കുന്ന മനുഷ്യരെ ആദരിക്കുക എന്നുള്ളതാണ് നവകേരളത്തിൻ്റെ അജണ്ട. അതുകൊണ്ട് നവകേരളത്തിൻ്റെ അജണ്ട മുന്നോട്ട് വെക്കുമ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇന്ത്യ സർക്കാർ ഫാസിസ്റ്റാണോ നവഫാസിസ്റ്റാണോ എന്ന തർക്കത്തിൻ്റെ പ്രശ്നമല്ല. പിന്നെന്താ ഉന്നയിക്കുന്നത്? ഫാസിസം അല്ലെങ്കിൽ സമ്പൂർണ്ണ ഫാസിസം നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ രാജ്യത്തെ മോദി സർക്കാർ നവഫാസിസ്റ്റ് രീതിയിലുള്ള പ്രവണതകളിലൂടെ അവർ നിലനിൽക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ നിൽക്കുന്നവർക്കെതിരായ ദേശീയ സമരത്തിൻ്റെ ദീപശിഖയാണ് കേരളം. അതിനിതാ 9 കൊല്ലക്കാലമായി എങ്ങനെയാണ് ഈ കേന്ദ്ര സർക്കാരിനോട് യുദ്ധം ചെയ്ത് ഞങ്ങൾ നിന്നത്? 9 കൊല്ലമായി നിരന്തരമായി മോദി സർക്കാരോട് യുദ്ധം ചെയ്ത് ഞങ്ങൾ എങ്ങനെയാണ് നിന്നത്? ഇനി എങ്ങനെയാണ് നിൽക്കാൻ പോകുന്നത്? ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. 9 കൊല്ലക്കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ കാണുന്നത്? കേരളത്തിൽ വ്യവസായം വരും. എന്താ വരുമെന്ന് പറയാൻ കാരണം? നേരത്തെ വ്യവസായം വരാൻ കേരളത്തിൽ വലിയ തടസ്സങ്ങളായിരുന്നു. പ്രധാനപ്പെട്ടൊരു തടസ്സം കേരളത്തിൽ കൂലി കൂടുതലാണ് എന്നൊരു ആഖ്യാനമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഉയർന്ന കൂലിയാണെന്നുള്ളത് ഒരു തരത്തിലും ഒരു വ്യവസായം വരാൻ തടസ്സമല്ല. ഇവിടുത്തെ നിക്ഷേപകർക്ക് ആവശ്യം എന്താണ്? അവർക്ക് നല്ല റോഡ് വേണം. ഇഷ്ടം പോലെ റോഡുകൾ സാധ്യമാക്കിയിരിക്കുന്നു. 24 മണിക്കൂറും തടസ്സമില്ലാത്ത വൈദ്യുതി സാധ്യമാക്കിയിരിക്കുന്നു. ഇൻ്റർനെറ്റ് സൗകര്യം സാധ്യമാക്കിയിരിക്കുന്നു. നമ്മുടെ ഹരിത കേരളത്തിൻ്റെ ഭാഗമായി നല്ല പരിസ്ഥിതി സാധ്യമാക്കിയിരിക്കുന്നു. മാത്രമല്ല, ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകത്തക്കതും കേരളത്തിൽ പുതിയ തലമുറയുടെ വിദ്യാഭ്യാസ മികവുകൾ ഉണ്ടാകുമ്പോൾ ഏതൊരു തരത്തിലുമുള്ള ഇക്കോസിസ്റ്റം ഇവിടെ സ്റ്റാർട്ടപ്പുകൾക്ക് രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം വരികയാണ്. ഈ വിശ്വാസം ജനങ്ങൾ ആർജിച്ചെടുക്കാൻ കഴിഞ്ഞതോടുകൂടി കേരളം എന്ന് പറയുന്നത് അവികസിത കേരളമല്ല, പ്രാകൃത കേരളമല്ല, പ്രാചീന കേരളമല്ല, ആധുനിക കേരളത്തിലേക്കാണ് കേരളത്തിൻ്റെ യാത്ര എന്നതാണ് 9 കൊല്ലത്തെ പിണറായി സർക്കാരിൻ്റെ നേട്ടങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്നുകൊണ്ട് എന്തു ചെയ്യണം? അപ്പം ബഹുമാനപ്പെട്ട പാനലിസ്റ്റുകൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം വളരെ ശരിയാണ്. കേരളവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തോട് ഇനിയും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ചോദ്യം ഇതാണ്: കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ തകർക്കുകയും കേരളത്തോട് യുദ്ധം ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനോട് പോരടിച്ച് നവകേരളം കെട്ടിപ്പടുക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ? കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു എന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോടൊപ്പം നിൽക്കുന്ന ഇവിടുത്തെ VD സതീശനും സംഘവും ഏറ്റവും അവസാനം
ആ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പത്രക്കുറിപ്പാന്ന് പറഞ്ഞ് വ്യാജമായ ഒരു സാധനം, അനിൽ ആൻ്റണിയുടെ സാധനം മാധ്യമങ്ങളിലെല്ലാം കൊണ്ടുവന്നു. ഇങ്ങനെയാണ് BJP പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. UDF നേതാക്കന്മാരുടെ ഒരു പ്രസ്താവന ഞാൻ കണ്ടില്ല. കേരളത്തെ അപമാനിക്കുന്നു BJPയുടെ IT സെൽ എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞാൻ കേട്ടില്ല. അപ്പോൾ കേരളത്തിനെതിരായിട്ട് കേന്ദ്രം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മലയാളക്കരയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വേറെ ആരാ ഉള്ളത്? മലയാളിക്ക് വേണ്ടി വേറെ സംസാരിക്കാൻ ആരാ ഉള്ളത്? ആ രാഷ്ട്രീയം ഇടതുപക്ഷം ഏറ്റെടുക്കുകയാണ്. അതൊരു സ്വത്വ രാഷ്ട്രീയമല്ല, വർഗ രാഷ്ട്രീയമാണ്. ഈ വർഗ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത എന്താണ്? നവകേരളത്തിൻ്റെ രൂപരേഖ സഖാവ് പിണറായി ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് അവതരിപ്പിച്ചപ്പോൾ എന്താ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്? ഒന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, സ്ത്രീകൾക്ക് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉയർന്ന വേതനം ലഭിക്കുകയും വേതനത്തിൽ സ്ത്രീകളുടെ പങ്ക് വർദ്ധിക്കുകയും വേതനമുള്ള സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് കേരളത്തിൻ്റെ സ്ത്രീ തൊഴിൽ ശക്തിയെക്കുറിച്ചുള്ള ഇന്നത്തെ രേഖയിൽ പറയുന്നത്. അതിനർത്ഥം എന്താണ്? ജോലി എടുക്കാൻ പോകുന്ന സ്ത്രീകളുടെ എണ്ണം കേരളത്തിലാണ് കൂടുതൽ. നവകേരളം ഉണ്ടാകുമോ? നമ്മുടെ കേരളത്തിലെ സ്ത്രീ സമൂഹം ജോലി എടുക്കുന്നവരാണെങ്കിൽ, പണ്ട് EMS 1944 ഓങ്ങല്ലൂർ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, സ്ത്രീകൾ ജോലിയെടുക്കാൻ പോകണം, അന്തർജനങ്ങൾ ജോലിയെടുക്കാൻ പോകണം. ഇനി ഒരു ജോലിയിലും കിട്ടിയില്ലെങ്കിൽ കിഴിഞ്ഞ പണിയായ തോട്ടുപണിക്ക് പോയിട്ടാണെങ്കിലും ജീവിക്കണം. ഇത് EMSൻ്റെ ഓങ്ങല്ലൂർ പ്രസംഗമാണ് 1944. ഇന്ന് പിണറായി അവതരിപ്പിച്ച റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ത്യ രാജ്യത്തെ സ്ത്രീ ശക്തി തൊഴിലെടുക്കുന്ന എത്രയോ അതിൻ്റെ ഇരട്ടിയാണ് കേരളത്തിലെ സ്ത്രീ സമൂഹം ജോലിയെടുത്ത് അധ്വാനിച്ച് വരുമാനം ഉണ്ടാക്കുന്നത്. സ്ത്രീ പദവി ഉയരും. ഇതാണ് ഞങ്ങളുടെ നമ്പർ 1 പോയിന്റ്. നമ്പർ 2, 8 കൊല്ലം മുമ്പോ അല്ല 9 കൊല്ലം മുമ്പ് കേരളത്തിലെ IT ഇൻഫ്രാസ്ട്രക്ചർ എത്രയായിരുന്നു? നേരെ ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നികുതി വരുമാനം പറഞ്ഞു, നികുതിയേതര വരുമാനം കൂടെ കൂടിയാലോ? നികുതിയേതര വരുമാനം കൂടി 1 ലക്ഷം കോടി രൂപ വരുമാനം കൂടി. കേരളത്തിൻ്റെ നികുതി വരുമാനവും നികുതിയേതര വരുമാനവും ജയേന്ദ്ര സാറ് പറഞ്ഞ കണക്കുണ്ടല്ലോ, നികുതിയേതരം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഈ വർഷത്തെ ഇൻകം എന്ന് പറയുന്നത് 99,000 കോടി എത്തും, ഏതാണ്ട് 1 ലക്ഷം കോടി രൂപ. 1 ലക്ഷം കോടി രൂപയുടെ ഇപ്പോഴത്തെ വരവെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ബഡ്ജറ്റാകെ 79,000 കോടിയുള്ളൂ. താരതമ്യം ചെയ്താലോ ഇത് തളരുന്ന കേരളമല്ല, പൊളിയുന്ന കേരളമല്ല. നിങ്ങൾ നവകേരളം ഉണ്ടാക്കാൻ പോകുമ്പോൾ മാറാല കെട്ടിയ കേരളമല്ല ഇത്, തകർന്ന തറവാടല്ല കേരളം. ഇത് വളർന്ന വികസിതമായൊരു തറവാടാണ്. ഇവിടെ ചില പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്നുണ്ട്. അത് നേരിടാനുള്ള പദ്ധതി ഇവിടെ ഉണ്ട്. ആ പദ്ധതിയാണ് ഈ രേഖ വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഞങ്ങൾ സ്വകാര്യ മൂലധനത്തോട് പറയുകയാണ്, ഞങ്ങൾക്കൊറ്റ കാര്യമുള്ളൂ, അധ്വാനത്തെ ചൂഷണം ചെയ്തതിൽ മാത്രമേ നിങ്ങളോട് ഞങ്ങൾക്ക് തർക്കമുള്ളൂ. അധ്വാനിക്കുന്ന മനുഷ്യനെ ചൂഷണം ചെയ്യാതെ ബാക്കി സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൂടെ പ്രവർത്തിക്കാൻ കഴിയുമോ? എല്ലാ സൗകര്യവും തരാം, മന്ത്രിമാർ എഴുതി കാണിക്കൂല. 1,53,000 കോടി രൂപയുടെ വ്യവസായങ്ങൾക്ക് ഇപ്പോൾ വാഗ്ദാനം കിട്ടി. മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചിരിക്കുകയാണ്, നമുക്ക് ഉടനെ തുടങ്ങാൻ കഴിയുന്നത്ര. നിങ്ങൾ പണിയെടുക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടി സർക്കാർ ജോലി എടുക്കുകയാണ്, നമുക്ക് ജോലികൾ ആരംഭിക്കാം, ആളുകൾക്ക് ഇവിടെ ജോലി കിട്ടട്ടെ. അപ്പോൾ സ്വകാര്യ മൂലധനത്തെ ഇത്രയും നാളും മാറ്റി നിർത്തുകയല്ല. ഇവിടെ സ്വകാര്യ മൂലധനത്തോട് പറയുന്നത്, കേന്ദ്ര സർക്കാർ പറയുന്നത് പൊതുമേഖല വിറ്റു, നിങ്ങൾ എടുത്തോ, പൊതുമേഖല ഞങ്ങൾ വിറ്റു. ഇന്ന് കൊച്ചി കപ്പൽശാലയുടെ ഓഹരി വിറ്റ് 2,200 കോടിയാണ് കേന്ദ്രം കൈക്കലാക്കിയിരിക്കുന്നത്. പൊതുമേഖല വിൽക്കുന്നു, കേരളത്തിൽ പൊതുമേഖല വിൽക്കില്ല, പൊതുമേഖലയെ സംരക്ഷിക്കും. എന്നാൽ ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നിൽക്കാനാവാത്ത പ്രതിസന്ധിയുണ്ട്. അപ്പോൾ എന്ത് വേണം? അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ പദ്ധതികളാക്കി മാറ്റും. ഇത്തരത്തിൽ കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാക്കുമ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലി കിട്ടുന്ന തരത്തിലുള്ള പുതിയ പദ്ധതികൾ, ഇന്ത്യ രാജ്യത്തും ലോകത്തും വന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന വിധം ഇന്നെന്തു ചെയ്യണം? അതിൽ 2-3 കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തതയുണ്ട്. ഒന്ന്, തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന സംവിധാനമില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പൊതുമേഖലയെ വിഴുങ്ങാമെന്ന് കരുതി ഒരു മൂലധനോടെ വരണ്ട. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ടെക്നോളജി എല്ലാവർക്കും ലഭ്യമാക്കുന്ന വികസനത്തിന് ഞങ്ങളുള്ളൂ. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ കേരളത്തെ കേരളമാക്കിയ പരമ്പരാഗത വ്യവസായ മേഖല അടക്കമുള്ളവരെ കൈവിടുന്ന പ്രശ്നമില്ല, ക്ഷേമത്തിൽ വിട്ടുവീഴ്ചയില്ല. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നവകേരളത്തിനകത്ത് എല്ലാ മതക്കാർക്കും തലപൊക്കി നിൽക്കാം. ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ തുല്യതയുള്ള മതനീതി കിട്ടുന്നൊരു കേരളമായിരിക്കും. ഇവിടെ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഫാസിസവും നവഫാസിസവും തമ്മിലുള്ള തർക്കം വളരെ സിമ്പിളാണ്. ഫാസിസം വന്നാൽ ഈ കൊല്ലത്ത് സമ്മേളനം നടക്കുമോ? ഫാസിസം വന്നാൽ കൊല്ലത്ത് സമ്മേളനം നടക്കൂല. അടിയന്തരാവസ്ഥക്കാലത്ത് CPM കോൺഗ്രസ് മാറ്റിവെച്ചൂല്ലേ? 72 മധുര കോൺഗ്രസ് കഴിഞ്ഞ് പിന്നെ 78 ജലന്ധറിലല്ലേ കോൺഗ്രസ് നടന്നത്?
അടിയന്തരാവസ്ഥയായപ്പോൾ പാർട്ടി കോൺഗ്രസ് നടക്കൂലായിരുന്നു. പാർട്ടി നേതാക്കന്മാരൊക്കെ ജയിലിൽ കിടക്കുകയായിരുന്നു. തൃശ്ശൂരിലൊരു പാർട്ടി കമ്മിറ്റി, കേന്ദ്ര കമ്മിറ്റി കൂടാൻ പോയപ്പോഴാണ് പാർട്ടി നേതാക്കന്മാരെ മുഴുവൻ പേരെയും, കേന്ദ്ര കമ്മിറ്റിക്കാരെ മുഴുവൻ പേരെയും ജയിലിലിട്ടത്. ചൈന ചാരന്മാർ CPM ഉണ്ടാക്കുമ്പോൾ വീട്ടിലാണ് ഇവരൊക്കെ ജയിലിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ അടിയന്തരാവസ്ഥ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കോൺഗ്രസ്സുകാരുടെ ചൈന വിരോധം ഉണ്ടായിരുന്ന കാലത്തുള്ള വേട്ട, കമ്മ്യൂണിസ്റ്റ് വേട്ട ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവർ അന്ന് കോൺഗ്രസ്സുകാരെ ഞങ്ങൾ ഫാസിസ്റ്റ് എന്ന് വിളിച്ചിട്ടില്ല. CPMന്റെ കേന്ദ്ര കമ്മിറ്റിയെ മൊത്തം വിഴുങ്ങി ജയിലിലടച്ചിട്ടും ഞങ്ങൾ കോൺഗ്രസ്സുകാരെ ഫാസിസ്റ്റ് എന്ന് വിളിച്ചിട്ടില്ല. AKG പറഞ്ഞു അർത്ഥ ഫാസിസ്റ്റ് ഭീകരത. അതാണ് പാർട്ടി പറഞ്ഞത് അടിയന്തരാവസ്ഥ കാലത്ത്. ഇപ്പം CPMന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്. അതുകൊണ്ടോ RSSന് ആഗ്രഹമുണ്ട് ഫാസിസമൊക്കെ കൊണ്ടുവരണമെന്ന്. നമ്മുടെ പോരാട്ടം ശക്തിപ്പെട്ടിരിക്കുകയാണ്. കർഷക പോരാട്ടം, തൊഴിലാളി പോരാട്ടം ശക്തിപ്പെട്ടാൽ അതിനെ തകർക്കാനാവും, മോദിയെ വെല്ലുവിളിക്കാനാകും. മെയ് മാസത്തിൽ തൊഴിലാളി പണിമുടക്കിലേക്ക് പോവുകയാണ്. ഇതാണ് പാർട്ടി ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും അങ്ങനെ പൊളിറ്റിയുടെ കാര്യത്തിലുള്ള ആ സൂക്ഷ്മതയും സത്യസന്ധതയും നിഷ്കളങ്കതയുമാണ് CPM. പക്ഷെ അത് എത്ര കണ്ട് പുറത്തുള്ളവർ, പ്രത്യേകിച്ച് അതിനെ പ്രചരിപ്പിക്കേണ്ട മാധ്യമങ്ങൾ എത്ര കണ്ട് ഉത്തരവാദിത്തത്തോടു കൂടി അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്തായിരുന്നാലും ഞാൻ തിരിച്ചെത്താം. ഡോക്ടർ P. സരിൻ, അതായത് ഇപ്പോൾ ആവടി സോഷ്യലിസം, അത് കാമരാജിൻ്റെയൊക്കെ അതൊരു നയരേഖയായി കോൺഗ്രസ് അംഗീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഗരീബി ഹട്ടാവോ അങ്ങനെയൊക്കെയുള്ള ഓരോ മുദ്രാവാക്യങ്ങൾ. എന്തിന് ഈ പറഞ്ഞ അടിയന്തരാവസ്ഥയിൽ പോലും 20 പരിപാടി പ്രഖ്യാപിച്ച് നടപ്പാക്കുന്ന ഒരു പ്രക്രിയയൊക്കെ കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. പല വിധത്തിലും നേരത്തെ KJ സൂചിപ്പിച്ചതുപോലെ വർഗീയ ശക്തികളുമായി ചേർന്ന് ഇതിനെയൊക്കെ വേറൊരു തരത്തിൽ അട്ടിമറിക്കുന്ന വൈരുദ്ധ്യം അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ സത്യമാണെങ്കിൽ പോലും. പക്ഷേ ഇപ്പോൾ സമകാലിക കോൺഗ്രസിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയാൽ, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് എത്തിയാൽ, വ്യക്തികൾ തമ്മിലുള്ള സംഘർഷം അല്ലെങ്കിൽ സ്ഥാനം ആർക്ക് എന്നതിൻ്റെ സംഘർഷം, അതിനുവേണ്ടി CPIMനെ ഒന്ന് കുത്താൻ സീതാറാം യെച്ചൂരി എടുത്ത് ഉപയോഗിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രക്രിയയാണ് കോൺഗ്രസിൽ നടക്കുന്നത്. അവിടെയാണ് താങ്കൾ നേരത്തെ പറഞ്ഞത് കൂടുതൽ ഇലാബറേറ്റ് ചെയ്ത് പറയാനുള്ള ഒരു അവസരം കൂടി തരുന്നത്. ഈ രണ്ട് സംവിധാനത്തെയും താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഏതെങ്കിലും തരത്തിൽ ഇതിന് സമാനമായ നാം കാണാത്ത ഒരു നയപരമായ ചർച്ച കോൺഗ്രസിൽ ഉണ്ടോ? എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? ശ്രീ P. സരിൻ, ഡോക്ടർ P. സരിൻ. അത് നിരാശപ്പെടുത്തുന്ന ഒരു ഉത്തരമാണ്. മഷിയിട്ട് നോക്കിയാലും കാണാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ അനുഭവവും ഞാനിപ്പോൾ ദൂരെ നിന്ന് നോക്കിക്കാണുമ്പോഴും എനിക്ക് മനസ്സിലാകുന്നത്. കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെയും അധികാരത്തിലിരിക്കുമ്പോൾ കോൺഗ്രസ്സിന് ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള വഴികൾ, അധികാര ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി നിറവേറ്റാൻ എല്ലാ കാലത്തും മുദ്രാവാക്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരിക്കലും ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ നയപരിപാടിയായിട്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സംഭവിച്ചിട്ടില്ല എന്നാണ് എൻ്റെ പരിമിതമായ അറിവ്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നടക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റേതായിട്ടുള്ള മൂവ്മെൻറ്റുകൾ, പ്രക്ഷോഭങ്ങൾ എങ്ങനെയായിരുന്നു? അതിനൊരു ഇക്കോണമിക് പോളിസി ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ വിദേശ വസ്ത്രങ്ങളെ ബഹിഷ്കരിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായിരുന്നു. എന്നിട്ട് സ്വദേശി ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനം നടത്തുക എന്നുള്ളത്. നോക്കൂ, ഇതാണ് രാഷ്ട്രീയമായി നമ്മൾ മുന്നോട്ട് വെക്കേണ്ടുന്ന ഒരു രീതി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അങ്ങനെ രാഷ്ട്രീയം പറയാൻ, പ്രത്യേകിച്ച് ഒരു ഇക്കോണമിക് ഡെവലപ്മെൻറ്റിൻ്റെ സോഷ്യലിസ്റ്റ് വഴികളുടെയൊക്കെ പ്രമേയങ്ങൾ പല AICC സമ്മേളനങ്ങളിലും പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസ് അത് നടപ്പിലാക്കുന്നതിൻ്റെ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി മാത്രമാണ്. എന്തിനേറെ പറയുന്നു, ഇടതുപക്ഷം കൃത്യമായ ക്രിയാത്മക നിർദ്ദേശങ്ങൾ വെച്ച് നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതിയും മറ്റുമൊക്കെയുള്ള ഒന്നാം UPA സർക്കാരിൻ്റെ കാര്യങ്ങൾ പോലും കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് നിർവഹിച്ചെടുത്തതാണ്. അതിനുമപ്പുറം ഇപ്പോൾ CPM നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മൾ പാർട്ടി പ്രതിനിധികളോടാണ് പറയുന്നത്, നോക്കൂ, ഇതാണ് നവകേരളത്തിനുള്ള പുതുവഴികൾ. ഇത് 6 ഇന ഒരു പദ്ധതിയായിട്ട് അതിനെ 6 തലത്തിൽ ചർച്ച ചെയ്യുകയാണ്. 6 ഇനം എന്നല്ല, 6 തലത്തിൽ ചർച്ച ചെയ്ത് അതിൽ ചർച്ച പൂർത്തീകരിച്ച് ആ രേഖയുടെ പ്രസിദ്ധീകരിക്കാൻ പറ്റുന്നതും പൊതുസമൂഹത്തിന് ചർച്ചയ്ക്ക് വെക്കാവുന്നതുമായത് സമ്മേളനം കഴിയുമ്പോൾ വിതരണം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പറയുന്നത് ഈ സമൂഹത്തിനോടാണ്. അധികാരത്തിൽ ഇരിക്കുന്ന CPM 2 ടേമുകളിലായി നിർവഹിച്ചത് ഇതാണ്. കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ രാഷ്ട്രീയമായി CPM മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിയും ഇതാണ്. ഈ രാഷ്ട്രീയ പദ്ധതിയെ വിലയിരുത്തിക്കൊണ്ടാകണം നവകേരള നിർമ്മിതിക്ക് വേണ്ടി 2026 ജനങ്ങൾ തീരുമാനമെടുക്കേണ്ടത്, തെരഞ്ഞെടുക്കേണ്ടത് എന്നാണ്. ആ വ്യത്യാസത്തെയാണ് CPMൻ്റെ രാഷ്ട്രീയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസ്സിന് യാതൊരു തരത്തിലും ആ വ്യക്തതയില്ല. അപ്പം മോഡിയുടെ രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസ്സിന് ഏത് തരത്തിലാണ്
ഒരു ബദൽ ഉയർത്താൻ സാധിക്കുന്നത്. ബദൽ ഉയർത്താൻ സാധിക്കുന്നില്ല എന്നുള്ളിടത്ത് തന്നെയാണ് കോൺഗ്രസിൻ്റെ പരാജയം തുടങ്ങുന്നതും. അതുകൊണ്ട് തന്നെയാണ് മോഡി എന്ന് പറയുന്ന ആ പ്രതീകത്തെ മുൻനിർത്തിക്കൊണ്ട് RSS അവരുടെ അജണ്ടകളെ ഓരോന്നോരോന്നായി നിവർത്തിച്ചെടുക്കുന്നത്. അവർക്ക് ഉള്ള ഒരു സേഫ്റ്റി വാൾവായി കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ നോക്കിക്കാണേണ്ടത്. കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വഴികളിലൂടെ BJPക്ക് അധികാര തുടർച്ച ഉണ്ടാകുമെന്നും, എന്നാൽ പ്രാദേശികമായിട്ടുള്ള ഒരു വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക രാഷ്ട്രീയത്തിന് BJPയെ ചെറുക്കാനുള്ള ഇച്ഛാശക്തി ഉള്ളിടത്തോളം കാലം സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ പരിസരങ്ങളിലൊക്കെ സമാജ്വാദി പാർട്ടിയും DMKയും RJDയും അതുപോലെയുള്ള ചെറിയ പാർട്ടികൾ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് മുഖമുദ്ര എങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസും ഒക്കെ ഒരു പരിധി വരെ വിജയിക്കുന്നത് BJPയോട് രാഷ്ട്രീയം പറഞ്ഞ് പോരടിച്ച് തന്നെയാണ്. ആ ഫോർമുലയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിയെടുക്കാൻ കേരളത്തിൻ്റെ മണ്ണിലുള്ള നമുക്കുള്ള ഉത്തരവാദിത്തത്തെ കൂടി ഈ പാർട്ടി സമ്മേളനത്തിൽ അടയാളപ്പെടുത്തും. പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ രാഷ്ട്രീയമായി വോട്ട് ചെയ്യാൻ കേരള സമൂഹത്തിനുള്ള ഒരു പുതിയ ഉത്തരവാദിത്ത ബോധത്തെ പഠിപ്പിച്ചെടുക്കുക കൂടിയാണ്. അവിടെയാണ് കേന്ദ്ര വിരുദ്ധത നവകേരള നിർമ്മിതിയിൽ ഒരു അജണ്ടയായി എങ്ങനെയാണ് കേന്ദ്രത്തിൻ്റെ ഇക്കണോമിക് ബ്ലോക്കേഡ്, കേന്ദ്രം നടത്തുന്ന സാമ്പത്തിക ഉപരോധം, ഒരു ക്വാസി ഫെഡറൽ എന്ന് പറയുന്ന ഫെഡറൽ സ്വഭാവം നിലനിർത്തുന്ന സംസ്ഥാനങ്ങളുടെ സംയോജനമായി ഒരു രാഷ്ട്രമായി മാറിയിരിക്കുന്ന യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ളത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. സംസ്ഥാനങ്ങൾ സംയോജിച്ചാണ് ഈ രാജ്യമുണ്ടായത്. അതുകൊണ്ട് തന്നെ യൂണിയൻ ഓഫ് ഇന്ത്യക്ക് ആ സംസ്ഥാനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തെ അടയാളപ്പെടുത്തുന്ന ഭരണഘടനയിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ കേന്ദ്രത്തിൻ്റെ ഭരണഘടനയല്ല ഇത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് എങ്ങനെയോ അതുപോലെ തന്നെ അങ്ങോട്ടേക്കും എന്ന് രാഷ്ട്രീയമായി നിലപാടെടുക്കാൻ ഇപ്പം കഴിഞ്ഞ മാസം ഒരു സമരം നടത്തി CPM. സകല ഗ്രാമഗ്രാമാന്തരങ്ങളിലും നഗരവീഥികളിലും CPM കൊടി പിടിച്ച് ജനങ്ങളോട് കാൽനട പ്രചരണ ജാഥ നടത്തി ചിലത് വിളിച്ചു പറയാൻ ശ്രമിച്ചു. നോക്കൂ, കേരളത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് നികുതി, ഈ കേരളത്തിൽ നടക്കുന്ന വ്യവഹാരങ്ങൾക്ക് പിരിച്ചെടുക്കുന്ന നികുതി പോലും കേരളത്തിന് വന്നു ചേരുന്നില്ല. അത് കൈയടക്കി വെക്കുന്നത് കേന്ദ്രം ഇങ്ങനെയൊക്കെയാണ്. ഭരണഘടനാപരമായി വിദ്യാഭ്യാസവും ആരോഗ്യവും അടക്കം കൺകറന്റ് ലിസ്റ്റിൽ കേന്ദ്രത്തിനുള്ള ഉത്തരവാദിത്തം ഇന്ത്യൻ പൗരന്മാർക്ക് എന്നുള്ള രീതിയിൽ സംസ്ഥാനങ്ങളിലായി കിടക്കുന്ന മനുഷ്യരോട് കാണിക്കേണ്ടുന്നതിൻ്റെ എങ്ങനെയാണ് വിഭവങ്ങൾ വിഭജിച്ചു കൊടുക്കേണ്ടത്, എങ്ങനെയാണ് തുക വിലയിരുത്തേണ്ടത് എന്നുള്ളതിലും അലംഭാവം കാണിക്കുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ടും കേരളം ഇതൊക്കെയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് എന്നും പുതിയ ഒരു രീതിക്ക് ഇപ്പം കേരളത്തിൻ്റെ ബഡ്ജറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5 ലക്ഷം കോടിയാണ് കേരളത്തിൻ്റെ വരവ്, കേരളത്തിൻ്റെ മീൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ബഡ്ജറ്റിൽ കഴിഞ്ഞ മാസത്തെ ബഡ്ജറ്റിൽ അതിൽ കാണാൻ സാധിക്കുക. ചിലവ് ഏകദേശം 1.25 ലക്ഷം കോടിയും ഒരു കാൽ ലക്ഷം കോടിയോളം രൂപ, 25,000 കോടി രൂപ കമ്മി ബഡ്ജറ്റിൻ്റെ അടുത്താണ് നമ്മളെപ്പോഴും വരുന്നത്. നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ അത്രയും കൂടുതലുള്ളതുകൊണ്ട് അതിലേക്ക് വന്നു ചേരേണ്ട കേന്ദ്രവിഹിതത്തിൻ്റെ അടക്കം കണക്ക് ചേർത്താണ് ഈ 1.5 ലക്ഷം കോടി എന്ന് ഞാൻ പറയുന്നത്. അത് വരുന്നില്ല വർഷാവർഷങ്ങളായിട്ട് എന്നുള്ളതിൻ്റെ തെളിവ് സഹിതം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ജനങ്ങൾ അതിനെ ലാഘവത്തോടെ കാണുന്നതിന് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ സർക്കാരാണ് അവരുടെ നാഥൻ. ആ നാഥന് വീഴ്ച സംഭവിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള BJPയുടെ കുടിലതന്ത്രത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് എക്സ്പോസ് ചെയ്ത് കാണിക്കണം. അതിന് ഒരുപക്ഷെ താരതമ്യം ചെയ്യാൻ ഏറ്റവും എളുപ്പം ഒന്നാം EMS സർക്കാർ, കേരളത്തിൻ്റെ ആദ്യത്തെ സർക്കാരിനെ പിരിച്ചുവിടാൻ എന്തുകൊണ്ടാണ് നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് തുനിഞ്ഞത് എന്നുള്ളതിൻ്റെ സമാന്തരമായ സാഹചര്യമാണ്. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നില്ല, പിരിച്ചുവിടുന്നില്ല, അതിനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് അത് ചെയ്യുന്നില്ല. പകരം പിന്നാമ്പുറത്ത് കൂടെ അതേ രീതിയിലുള്ള കളി കളിക്കുന്നത് എന്ന് ജനങ്ങളോട് പറയണം. ഒരു ബദൽ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മാതൃകയെ ഈ രാജ്യം ഉറ്റുനോക്കുമ്പോൾ അത് എത്രത്തോളം കേന്ദ്രത്തിലിരിക്കുന്നവർക്ക് ഭീഷണിയാണ് എന്നുള്ളത് തന്നെയാണ് നെഹ്റുവിനെയും ഈ ഭരണത്തെ പിരിച്ചുവിടാൻ ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സംവിധാനത്തിന് വിമോചന സമരം എന്ന് പേരിട്ടൊക്കെ നടത്തിയ അന്നത്തെ പിന്നാമ്പുറ കഥകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കേരളം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചെടുക്കണം. നിർബന്ധമായും അത് കേന്ദ്രത്തിൻ്റെ നിലപാടുകളെ തുറന്നു കാണിക്കുന്ന ഒരു സംവിധാനമാക്കി മാറ്റണം. അതിന് CPM എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ സൂചനാ സമരമാണ് ഫെബ്രുവരി മാസം നടന്നത്. വരും നാളുകളിൽ അത് മൂർച്ഛിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം BJP ഇനിയും പല തന്ത്രങ്ങളും പയറ്റി നമ്മളെ ശ്വാസം മുട്ടിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുത്തിന് പിടിച്ചു വാങ്ങേണ്ട രീതിയിൽ
ക്യുഡ് പ്രോക്കോ എന്ന് പറയുന്ന പോലെ ഇങ്ങോട്ട് എങ്ങനെയോ അങ്ങോട്ടും അതുപോലെ തന്നെ കാണിക്കാനുള്ള രേഖയുടെ പേരാണ് ഭരണഘടന എന്ന് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. കേരളത്തിനോട് വിവേചനം കാണിക്കുന്നതിന് ഭരണഘടനാ വിരുദ്ധത BJP ഒരു മുഖമുദ്രയാക്കുന്നുണ്ടെങ്കിൽ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ അതിനെ ചെറുത്തു തോൽപ്പിക്കാം എന്നുള്ളതിന്റെ പുതിയ സമര രീതി, തീർച്ചയായും അതിനുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയ ഊർജ്ജം ശേഖരിക്കൽ കൂടിയാണ് ഇവിടെ ഒരു പ്രക്രിയയായി നടക്കുന്നതെന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്, മുമ്പോട്ട് വെക്കുന്നത്. ശ്രീ M. ജയചന്ദ്രൻ, നോക്കൂ, ഇവിടെ പറഞ്ഞു എങ്ങനെയാണ് വിമോചന സമരകാലത്തിന് ശേഷം നെഹ്റു പോലും ഒരു ജനാധിപത്യ വിരുദ്ധമായി ആക്ട് ചെയ്തത്. അതിനെ ഒരു പുതിയ രീതിയിലാണ് ക്രോണി ക്യാപിറ്റലിസത്തിലൂടെ, ചങ്ങാതിത്ത മുതലാളിത്തത്തിലൂടെ ഈ ജനങ്ങളെ ദ്രോഹിക്കുന്നു, പണക്കാരനെ കൂടുതൽ പണക്കാരനും പാവപ്പെട്ടവനെ കൂടുതൽ പാവപ്പെട്ടവനുമാക്കുന്നു, വിലക്കയറ്റം അടക്കം വർദ്ധിക്കുന്നു. ഈ ഒരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിനുപരിയായി കേരളത്തെ മാത്രം വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി എങ്ങനെയാണ് സാമ്പത്തികമായ ഉപരോധത്തിലൂടെ ഞെരുക്കുന്നത് ഈ സാഹചര്യം, ഇതിനൊക്കെ രാഷ്ട്രീയമായും ഭരണഘടനാ സംബന്ധിയായും പ്രതിരോധിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് കൂടി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്നിപ്പോൾ ഗോവിന്ദ മാഷിൻ്റെ വാർത്താസമ്മേളനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി, MV ഗോവിന്ദൻ്റെ വാർത്താസമ്മേളനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി നമുക്ക് ചർച്ച ചെയ്യപ്പെടാവുന്ന ചില മാനങ്ങളുണ്ട്. നോക്കൂ, മതരാഷ്ട്രവാദത്തെ ശ്ലാഘിക്കുന്ന, അതിൻ്റെ ഇരയാണ്, വ്യക്തിപരമായ ഇരയല്ല, അതിൻ്റെ സാക്ഷിയാണ് ഡോക്ടർ P. സരിൻ. അപ്പോൾ അങ്ങനെ മതരാഷ്ട്രവാദികളുമായി ചേർന്ന് സാമുദായിക സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നീങ്ങുന്ന ഒരു ഘട്ടം, ന്യൂനപക്ഷങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ, അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ, അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ, അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ തിട്ടൂരമനുസരിച്ച് മറ്റൊരു ന്യൂനപക്ഷത്തിനെതിരെ ഒരു ന്യൂനപക്ഷത്തെ വൈര്യനിര്യാതന ബുദ്ധി കുത്തി നിറയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ പ്രക്രിയകളെ കൂടി കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് പ്രതിരോധിച്ച് മുമ്പോട്ട് പോകണം. വളരെ ശ്രമകരമായ ദൗത്യമാണ് സോഷ്യോളജിക്കലി ഡെമോഗ്രഫിക്കലി CPIM-ന് മുമ്പിലുള്ളത്. അവർ സമ്മേളനങ്ങളിലൂടെ അഡ്രസ്സ് ചെയ്യുന്നത് പ്രകാരം തന്നെ നോക്കിയാൽ. തീർച്ചയായിട്ടും ഈ DYFIയുടെ അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്നത്, രണ്ടാം അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്നത് കോഴിക്കോടാണ്. 85-ല് അന്നാണ് മഹാനായ EMSന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു വ്യാഖ്യാനം വരുന്നത്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ അപകടകരമാണ് എന്നുള്ളതായിരുന്നു ആ വ്യാഖ്യാനം. അത് പിന്നീട് പല ഘട്ടങ്ങളിലും അത്യന്തം പ്രസക്തമായ ഒരുപാട് സന്ദർഭങ്ങൾ കല രാഷ്ട്രീയത്തിലും സാമൂഹിക ഇടപെടലുകളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇന്ന് ഗോവിന്ദ മാഷ് വൈകുന്നേരം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഈ പ്രധാനമായിട്ടും ക്രൈസ്തവ സമൂഹത്തെ മുൻനിർത്തി കാസ ഒരു രാഷ്ട്രീയ പാർട്ടിയാകാൻ പോകുന്നു എന്നുള്ള ആ നിരീക്ഷണം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവ്, പ്രത്യേകിച്ചും ഭരിക്കുന്ന ഭരണമുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ നയിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അത് പറയുന്നത് ഇതാദ്യമായിട്ടാണെന്നാണ് എൻ്റെ ധാരണ. അങ്ങനെയാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി മാറേണ്ടതുണ്ട്. മറ്റേ വിഷയം നേരത്തെ തന്നെ CPM പലവട്ടമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. SDPI, ജമാഅത്തെ ഇസ്ലാമി, ലീഗ്, UDF നെക്സസ് എന്ന് പറയുന്നത് അത് എത്രത്തോളം അപകടകരമാണ് എന്നുള്ളതിൻ്റെ പല സന്ദർഭങ്ങളെ നമ്മൾ കാണുന്നുമുണ്ട്. അപ്പോൾ വോട്ട് ഷെയറിലല്ല ജമാഅത്തെ ഇസ്ലാമിയും SDPIയും അവരുടെ സ്വാധീന ശക്തി വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെ വർദ്ധിച്ചിട്ടുമില്ല. 0.5% ഒരു കക്ഷിക്കാണെങ്കിൽ മറ്റൊരു കക്ഷിക്ക് 1%, അത്രേ ഉള്ളൂ രണ്ടിനും കൂടെ ചേർന്നാൽ. പക്ഷേ അവർ ഉണ്ടാക്കുന്ന ഇടപെടലെ സ്വാധീനം, ദുസ്വാധീനം അത് അത്രത്തോളം ഉണ്ട്. ഈ രണ്ട് പ്രശ്നങ്ങൾ മുമ്പോട്ട് വെക്കുമ്പോൾ തന്നെ ഗോവിന്ദ മാഷ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഇതാദ്യമായിട്ടാണ് അതും പാർട്ടി CPIM പൊതുസമൂഹത്തോട് പത്രസമ്മേളനത്തിൽ കൂടെ പറയുകയാണ്, ഞങ്ങൾ മൂന്നാം ഭരണം LDF സർക്കാർ, മൂന്നാം LDF സർക്കാർ വരും എന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു, അങ്ങനെ തന്നെ ഞങ്ങൾ കരുതുന്നു. കാരണം വികസനം ആണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. വികസനം വോട്ട് തരും എന്നുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു നിലപാടായി തന്നെ CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് അവതരിപ്പിക്കുന്നത്. അത് അവതരിപ്പിക്കുമ്പോൾ തന്നെ അതിനോടൊപ്പമാണ് ഈ കാസയുടെയും SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇടപെടലുകൾ എത്രത്തോളമാണ്, അതിൻ്റെ ദൂഷിത വലയങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് സമൂഹം ജാഗ്രത പാലിക്കണം എന്ന നിലയിലുമുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണം. ഈ വികസനവും ന്യൂനപക്ഷ വർഗീയതയുടെ ആപൽക്കരമായ ചില ഇടപെടലുകളും ഒക്കെ വരും നാളുകളിൽ കൂടുതൽ ചർച്ച ചെയ്യും എന്നത് തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ വരികയും വേണം. എന്നാലേ ഉള്ളൂ ഇനി അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ടൊക്കെ ആരംഭിക്കുമല്ലോ. ആ ഘട്ടങ്ങളിലേക്ക് ഇത് കൂടുതൽ ഒരു കണിശതയോടുകൂടി തന്നെ അത് സമൂഹം തിരിച്ചറിയുകയും
ആ തരത്തിൽ പ്രതികരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതപ്പോൾ അത്രയും സജീവമായി ഇനിയുള്ള നാളുകൾ ഉയർന്നു വരികയും ചെയ്യും, അത് വരികയും വേണം. തീർച്ചയായും. ഞാൻ തിരിച്ച് ഈ മൂന്നാം ഊഴവും തുടരുന്നതിൻ്റെ രാഷ്ട്രീയ സാധ്യതകളും അത് ഉയർത്തുന്ന അത് ചില മേഖലകളെ, ചില കോണുകളെ ഉയർത്തുന്ന അസ്വസ്ഥതകളും ഇവിടെ പ്രതിഫലിക്കുന്നത് എങ്ങനെയെന്ന് തീർച്ചയായും ശ്രീ കെ ജെയിലേക്കും വരാം, ശ്രീ കെ അനിൽകുമാറിലേക്കും വരാം. ശ്രീ കെ ജെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പല കോണുകളെയും അസ്വസ്ഥമാക്കുന്നത് ഈ മൂന്നാം ഊഴം കൂടി CPIM അല്ലെങ്കിൽ ഇടതുപക്ഷം തുടരും, അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്നതാണ്. കനലോകുവിൻ്റെ റിപ്പോർട്ടിൽ പോലും അത്തരത്തിൽ പരാമർശിക്കുന്നു എന്ന് പോലുമാണ്. കാരണം 2025 നോക്കണ്ട, നന്നാക്കിയാൽ അടുത്ത തെരഞ്ഞെടുപ്പ് നോക്കിയാൽ മതി, 2025 ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് നോക്കിയാൽ മതി എന്ന് പോലും പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഘട്ടമുണ്ട്. അത് പല വിധത്തിലുമുള്ള കണ്ണുകടിക്ക് പ്രസക്തമാകുന്ന കാര്യങ്ങളാണ്. നമ്മൾ വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്തു, അതുകൂടി അതിലേക്ക് കൂടി ഒന്ന് ഫോക്കസ് ചെയ്തതാണ്. അത് ഒരു പാർട്ടിയുടെ ശുഭാപ്തി വിശ്വാസമാണ്, എനിക്ക് തോന്നുന്നത് അത് വരട്ടെ. ഞാൻ പക്ഷേ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് കണ്ടത് പത്രസമ്മേളനത്തിൽ കണ്ട 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു. അധികാരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം ഊഴത്തിലേക്ക് വരിക എന്നുള്ളത് സത്യത്തിൽ എന്നെ സംബന്ധിച്ച് അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെ പാർട്ടി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള. ഒന്ന്, കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഇടയ്ക്ക് അതിഭീകരമായിട്ട് വളർന്നു വരുന്ന വർഗീയത. അത് കാണാൻ തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായി. അത് അടുത്തിടെ അത് ഏറ്റവും ഗുരുതരമായ ഗൗരവമായ ഒരു തലത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ നേരത്തെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുകയും എനിക്കറിയാവുന്ന, ഞാനത് നിരന്തരം അതിനെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇത് നമ്മുടെ മൂന്നാമത്തെ ഭരണം കിട്ടുക എന്നുള്ളതല്ല, കേരളത്തെ തന്നെ അട്ടിമറിക്കാൻ തക്ക ശേഷിയുള്ള വർഗീയതയുടെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ നേരിട്ട് അഡ്രസ്സ് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാകുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ആശാപൂർവമായ ഒരു കാര്യമാണ്. കാരണം ഭരണം കിട്ടിയാലും കേരളം ഉണ്ടാവണമല്ലോ. കേരളത്തെ ഇല്ലാതാക്കാൻ പറ്റുന്ന തരത്തിലുള്ള അതിഭീകരമായ വർഗീയവൽക്കരണം, അതിഭീകരമായ മുസ്ലിം വിരോധം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ വളരുന്നുണ്ട് എന്നുള്ള കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്നോളജ് ചെയ്യുന്നുണ്ട്. അതിനെതിരെയുള്ള സംഘടനാപരമായി, രാഷ്ട്രീയമായി, സർക്കാർ തലത്തിലുള്ള നടപടികൾ എടുക്കാൻ വളരെ വൈകി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. രണ്ടാമത്തെ കാര്യം, അവിടെ മാത്രമല്ലല്ലോ, അവിടെ ഉണ്ട്, അത് അപകടമാണ്. പക്ഷേ അതെ താങ്കൾ പറഞ്ഞു വരുന്നതായിരിക്കും. ഓക്കെ, തുടരാം. അത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്, അതിലും എനിക്ക് CPIMനോടൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ കേരളത്തിലെ പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ലാത്ത പ്രാധാന്യം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ കൊടുക്കുന്നു എന്നൊരു ആ കാര്യവും ഞാൻ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് ഈ കേരളത്തിലെ മുസ്ലിം സമുദായം മതനിരപേക്ഷമായി നിലനിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതൊരു പുതിയ കാര്യമല്ല. ഈ മതനിരപേക്ഷരായി നിൽക്കുന്ന മുസ്ലിം സമുദായത്തോട് നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ജമാഅത്തെ ഇസ്ലാമി. അതാണ് അതിൻ്റെ വസ്തുത. ആ വസ്തുത അവിടെ നിലനിൽക്കുമ്പോൾ കേരളത്തിലെ UDFൻ്റെയോ കോൺഗ്രസിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുക്കുന്ന ഒരു പ്രവണത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ചിലരെങ്കിലും കാണിച്ചു വരുന്നതായിട്ട് ഞാനിത് കാണുന്നുണ്ട്. അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ ഏറ്റവും ഫലപ്രദമായി ചെറുത്ത് നിൽക്കുന്നത് കേരളത്തിലെ മതനിരപേക്ഷ മുസ്ലിം സമുദായമാണ്. അതേസമയം ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് വഴി ചില ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നു, കോൺഗ്രസ് അതിനെ താലോലിക്കുന്നു. ഈ കാര്യം നമ്മൾ നാട്ടുകാരോട് പറയുക എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. അത് മുസ്ലിം സമുദായത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമത്തിലെത്തിക്കും എന്നുള്ള കാര്യം നാട്ടുകാരോട് പറയുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിലെ സെക്കുലറായിട്ടുള്ള മുസ്ലിങ്ങളോട് കാണിക്കുന്ന ഒരു മര്യാദക്കേടാണ്. ആ കാര്യം രണ്ട് വർഗീയവാദം അതൊരു വിശാലാർത്ഥത്തിൽ ശ്രീ കെ അനിൽകുമാർ വളരെ ഷാർപ്പായി, വളരെ നിഷ്കളങ്കമായി, വളരെ സത്യസന്ധമായി മതേതരത്വത്തിൻ്റെ തീവ്രചേരിയിൽ, മതേതരത്വം കേരളത്തിൽ പുരണമെന്ന തീവ്രചേരിയിൽ നിന്നുകൊണ്ടുള്ള ഒരു മനസ്സിൻ്റെ ഉപോൽപ്പന്നമാണ് ആ വാക്കുകൾ ശ്രീ കെ ജെയുടേത്. എന്താണ് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണയുണ്ടോ? അങ്ങനെ അഭിപ്രായമുള്ളവരോടൊക്കെ വളരെ ചുരുക്കി പെട്ടെന്ന്. ജമായത്തെ ഇസ്ലാമി
അവരുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നത് മതരാഷ്ട്രീയത്തിനാണ്. ആ മതരാഷ്ട്രീയത്തിൻ്റെ മറുപുറമാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ടു കൂട്ടരും ഒരേ വഴിക്കാണ് ഇന്ത്യയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ ഒരു ഇസ്ലാം മതരാജ്യമാക്കി മാറ്റാൻ, ഈ കേരളത്തെ ഇസ്ലാം രാജ്യമാക്കി മാറ്റാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ മറ്റേ കാര്യത്തിലേക്ക് പോകാൻ അവർക്ക് ശക്തി പകരും ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടി. ആ ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്നാണ് മുസ്ലിം ലീഗ് നിൽക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുചേരുന്നത് എന്തിന്? ബഹുമാനപ്പെട്ട KJ ജേക്കബ് സാറ് പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമി ലീഗ് തമ്മിൽ കലഹിച്ചൊരു കാലമുണ്ട്. പക്ഷെ ഇന്ന് കലഹമല്ല. SDP-യും ജമാഅത്തെ ഇസ്ലാമി ലീഗിൻ്റെ ഘടകകക്ഷിയാണ്. അതിലൂടെ ഒരു മുസ്ലിം ഏകീകരണത്തിനാണ് ഈ മൂന്ന് കൂട്ടർ ശ്രമിക്കുന്നത്. ആ ഏകീകരണം എന്തിനാണ്? മുസ്ലിം വിഭാഗത്തെ ക്രിസ്ത്യൻ വിരുദ്ധരാക്കി, ക്രിസ്ത്യൻ വിഭാഗത്തെ മുസ്ലിം വിരുദ്ധരാക്കി മാറ്റാനും ഒരു അജണ്ട. വേറൊരു അജണ്ട എന്താണ്? RSS മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? മുസ്ലിങ്ങൾക്കെതിരായി ഹിന്ദു ക്രിസ്ത്യാനിയുടെ ഐക്യം. അതാണല്ലോ SDP-യുടെ മുദ്രാവാക്യം. കുന്തിരിക്കം കരുതിക്കോ, അവലും മല്ലും കരുതിക്കോ, നിങ്ങളുടെ കാലന്മാർ ഞങ്ങൾ വരുന്നു. അപ്പോൾ ഈ രണ്ടു കൂട്ടരെ ഐക്യപ്പെടുത്തുക എന്ന ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം മുസ്ലിമിനെതിരെ എന്ന RSSൻ്റെ അജണ്ടയാണ് SDP നടപ്പാക്കി കൊടുക്കുന്നത്. ആ നടപ്പാക്കുന്ന SDP-യോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ലീഗും UDF-നെ വലിച്ചു നീട്ടുന്നത്. എന്തിനു വേണ്ടി? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ. ബാബർ മസ്ജിദ് തകർന്നപ്പോൾ ബാബർ മസ്ജിദ് തകർത്ത ഘട്ടത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടിനോട് വിയോജിപ്പുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് മതരാഷ്ട്രീയക്കാരാണ് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ RSSും അല്ലെങ്കിൽ ഇവിടുത്തെ BJP-യും അല്ല. അതുകൊണ്ട് മതനിരപേക്ഷ കേരളത്തിന് പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഇവർ. ഇനി ഫാസിസത്തെക്കുറിച്ചൊരു വാക്ക് പറയുമ്പോൾ ഇന്ത്യയിൽ സമ്പൂർണ്ണ ഫാസിസം വന്നാൽ പിന്നെന്താ മാർഗം? ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവരുടെ ഐക്യം വേണം. CPM ജമാഅത്തെ ഇസ്ലാമിയായിട്ട് സഖ്യം ചെയ്യണം. അത് സൗകര്യപ്പെടുകയല്ല. ഫാസിസത്തിനെതിരായ ഐക്യത്തിനകത്ത് ഇവരെല്ലാം വരണം. അങ്ങനെ ഫാസിസത്തിനെതിരായി ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടി യുദ്ധം ചെയ്യാൻ പോയാൽ ലീഗ് യുദ്ധം ചെയ്യാൻ പോകുന്നത് ഫാസിസത്തിനെതിരായിട്ടായിരിക്കത്തില്ല, ആത്മഹത്യാപരമായൊരു പരിപാടിയായിട്ടായിരിക്കും. തീർച്ചയായും. മറ്റൊന്ന് കാസ. ഈ കാസ എങ്ങനെ ഉണ്ടാകണത്? രണ്ട് ഗവർണർമാർക്ക് പണി കൊടുത്തിരിക്കുകയാണ്. ഒന്ന് ഡൽഹി ഗവർണർ, മറ്റൊന്ന് ഗോവ ഗവർണർ. കേരളത്തിലെ ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ട സഭകളുമായി ബന്ധപ്പെട്ട് ഡീല് ചെയ്യാൻ. മാത്രമല്ല കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് പ്രത്യേക പരിപാടി കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി പല പരിപാടി നടക്കുകയാണ്. ഇത് കേരള രാഷ്ട്രീയത്തെ എത്രത്തോളം മലീമസമാക്കാൻ പോകുന്നു? ഇതിനെ ചോദ്യം ചെയ്യാൻ UDF-ന് തൻ്റെ ഇടമുണ്ടോ? ആർജവത്തോടെ ചോദ്യം ചെയ്യാൻ തീർച്ചയായും സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ KL കുമാർ, എന്തായിരുന്നാലും ഇത്തരത്തിൽ വളരെ സമഗ്രമായൊരു പ്രക്രിയയാണ് ഈ പാർട്ടി കോൺഗ്രസിലൂടെ അല്ലെങ്കിൽ അതിന് മുന്നോടിയായി നടക്കുന്ന സമ്മേളനങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെയുള്ള ഒരു അഭിപ്രായ സമീകരണം അല്ലെങ്കിൽ അഭിപ്രായ സ്വരൂപിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു വലിയ പ്രക്രിയ. തീർച്ചയായും അതിൽ ഉതകുന്ന തരത്തിലേക്ക് തന്നെയാകട്ടെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയം എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് ക്രോഡീകരിക്കാം. ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസിനൊപ്പം.